പ്രിയപ്പെട്ടവരെ, നമ്മൾ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ ചാനലിൽ അടുത്തൊരു സംവാദത്തിന് കൂടി വേദിയൊരുങ്ങുകയാണ്. നമുക്കറിയാം, സംവാദങ്ങൾ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ പല രീതിയിൽ ഇരുവശത്തുള്ള ഓരോ വിഷയത്തിലും രണ്ട് വശം മനസ്സിലാക്കാൻ വളരെയധികം നമുക്ക് സഹായമേകുന്ന കുറേ കാര്യങ്ങളാണ്. സംവാദം എന്ന് പറയുമ്പോൾ അത് പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംവാദങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യക്തിയധിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സംവാദങ്ങളാണ്. അതിനപ്പുറം ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം, അങ്ങനെയുള്ളൊരു സംവാദ സംസ്കാരം എന്നുള്ളത് നമ്മളെല്ലാവരും മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. അൺമാസ്കിംഗ് അനോമലീസ് അതിന് മുന്നിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഈ ഒരു സംവാദം അതിന് ഇവിടെ രണ്ടാളുകളായിട്ട് ഇരുവശത്ത് നിന്നും പങ്കെടുക്കുന്നത്, ഒന്ന് പ്രതീഷ്, അദ്ദേഹം യുക്തിവാദി വേദികളിൽ നല്ല സാന്നിധ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഒരു ഭാഗത്തും മതം വേണ്ട എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അതേസമയം അതിൻ്റെ മറുവാദങ്ങളുമായി അൺമാസ്കിംഗ് അനോമലീസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള ബാസുൽ CP മറുവശത്തുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംവാദത്തിൻ്റെ കളമൊരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഫേസ്ബുക്കിൽ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഇങ്ങനെ ഒരു സംവാദത്തിന് വഴിയൊരുങ്ങുകയായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ളൊരു സംവാദ സംസ്കാരം കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. എന്തായാലും കൂടുതൽ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഫോർമാറ്റിലേക്ക് കടക്കാം. ഒന്നാമത് ഇരുവശത്തു നിന്നും വിഷയാവതരണങ്ങളാണ് ആദ്യ ഭാഗത്തുണ്ടാവുക. 15 മിനിറ്റ് ആദ്യത്തെ വിഷയാവതരണം ഡോക്ടർ അബ്ദുള്ള ബാസുൽ CP ആണ് നടത്തുന്നത്. അതിനുശേഷം 15 മിനിറ്റ് പ്രതീഷ് അദ്ദേഹം നടത്തുന്നതായിരിക്കും. അതിനുശേഷം ഇരുവശത്തു നിന്നുള്ള ആളുകൾക്കും 4 വീതം അവസരങ്ങളുണ്ടായിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ ഖണ്ഡിക്കാനും മറ്റുമായിട്ട് 4 വീതം അവസരങ്ങളുണ്ടാവും. ഒന്നാമത്തെ അവസരത്തിൽ 10 മിനിറ്റ്, രണ്ടാമത്തെ അവസരത്തിൽ 7 മിനിറ്റ്, 3ഉം 4ഉം അവസരങ്ങളിൽ 5 മിനിറ്റ് വീതമാണ് അത് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഉപസംഹാരത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതായിരിക്കും. ആദ്യം പ്രതീഷ് അദ്ദേഹം 10 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം ബാസിൽ 10 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ടോട്ടൽ സംവാദത്തിൻ്റെ ഒരു ഫോർമാറ്റ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളും ആവശ്യമില്ല. മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ ഒരു സംവാദത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ വിഷയാവതരണം നടത്താൻ വേണ്ടി ബാസിലിനെ ക്ഷണിച്ചോളുന്നു. ഓക്കെ, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇവിടെ മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ഉത്തരം അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ്. കാലാകാലങ്ങളിൽ മനുഷ്യനുള്ള ഒരു സംശയമാണ്. മതം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അത് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും വ്യക്തിപരമായി തന്നെ പല ആളുകളെയും അലട്ടുന്ന, അല്ലെങ്കിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള ഇൻസൈറ്റുകൾ ആവശ്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് വരുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവുകൾ കേൾക്കാൻ ഇത്തരമൊരു ചർച്ച, അല്ലെങ്കിൽ ഒരു സംവാദാത്മകമായ ഇത്തരത്തിലുള്ള ചർച്ചകൾ നമുക്ക് ഉപകാരപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായി സഹസംവാദകൻ അല്ലെങ്കിൽ ബഹുമാന്യനായ സുഹൃത്ത് പ്രതീഷ് B അദ്ദേഹത്തെ ഈ ഇത്തരമൊരു ചർച്ചയിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ ഭാഗം അവതരിപ്പിക്കുന്നത് 3 ഭാഗങ്ങളായി കണ്ടാണ്. മതം വേണോ മനുഷ്യന് എന്നുള്ളതാണ് ചോദ്യം. 3 തരത്തിൽ ആ ചോദ്യത്തിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് ലോജിക്കലി, രണ്ടാമത്തത് എപ്പിസ്റ്റമോളജിക്കലി, മൂന്നാമത്തത് സോഷ്യലി. ഓക്കെ, മതം ആവശ്യമാണ് മനുഷ്യന്. ഒന്നാമത് ലോജിക്കലായി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുക്തിപരമായി അന്വേഷിക്കുകയാണെങ്കിൽ, യുക്തിപരമായ ഒരു അന്വേഷണത്തിൽ മതം ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഒന്നാമത്തെ എൻ്റെ പോയിന്റ്. അതിൻ്റെ കാരണം നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ യുക്തിയിലേക്കോ അല്ലെങ്കിൽ അത്തരം ആർഗ്യുമെൻറ്റുകളിലേക്ക് കടക്കാൻ ഞാൻ ഈ ഒരു ചർച്ചയിൽ ഉദ്ദേശിക്കുന്നില്ല. ദൈവമുണ്ട് എന്നുള്ളത് പല തരത്തിൽ യുക്തിപരമായി അന്വേഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മതം ആവശ്യമാണോ എന്ന ചോദ്യത്തിനപ്പുറത്ത് മതം എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് ശരിയാണോ എന്നുള്ളതിലേക്കാണ് നമ്മുടെ കൂടുതൽ ഒരു പോയിന്റ് ലോജിക്കലായി നമ്മൾ ആലോചിക്കുമ്പോൾ പോകേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. നമുക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ആവശ്യം ബോധ്യപ്പെടുന്നുണ്ടോ എന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൻ്റെ ട്രൂത്ത് വാല്യൂവിനായിരിക്കണം, അത് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഒന്നാമത്തെ നമ്മുടെ അന്വേഷണം. ഇഫ് ദർ ഇസ് ഗോഡ്, ഒരു ഗോഡ് ഉണ്ടോ, ഒരു ദൈവമുണ്ടോ, അത് നമ്മുടെ അന്വേഷണങ്ങളിൽ വരേണ്ടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, പല ആളുകളുടെയും ഒരു അന്വേഷണം ദൈവമുണ്ടോ ഇല്ലേ, അതൊക്കെ നമ്മളുമായി യാതൊരു നിലക്കും ബന്ധമില്ലാത്തൊരു കാര്യമാണ് എന്ന രൂപത്തിൽ എടുക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഈ മതത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി യുക്തിപരമായി ദൈവമുണ്ടോ എന്ന ഒരു അന്വേഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെ ദൈവമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ
ആ ദൈവം നമുക്ക് എന്തെങ്കിലും റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഗൈഡൻസ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണത്തിലേക്ക് അടുത്തതായി നമ്മൾ കടക്കണം. അവിടെയും പല ആളുകളും സ്റ്റക്ക് ആവാറുണ്ട്. ദൈവമുണ്ട് ആയിക്കോട്ടെ, പിന്നെ ലോജിക്കലി അന്വേഷിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച്, പിന്നെ ഈ കാര്യകാരണ ബന്ധത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പവർ, സുപ്രീം പവർ ഉണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പം ബോധ്യപ്പെട്ടേക്കാം. പക്ഷേ ബാക്കി മതങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന പൊസിഷനൊക്കെ ചില ആളുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെയാണ് ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഗൈഡൻസ് പ്രോഫറ്റ്സിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ മതം എന്ന് പറയുക. അത്തരത്തിലുള്ള നിയമാവലികളെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മതം എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവമുണ്ട് എന്ന് നമുക്ക് യുക്തിപരമായി ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ദൈവം എന്തെങ്കിലും തരത്തിൽ റിവീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റെവലേഷൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി അതിൻ്റെ തുടർച്ചയായി നമ്മൾ നടത്തേണ്ടതാണ്. അങ്ങനെ അതും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇത് നമ്മുടെ സംവാദത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചർച്ചയല്ല ഓരോ ആർഗ്യുമെൻറ്റുകളിലേക്ക് പോകുക എന്നുള്ളത്, പക്ഷേ അത് യുക്തിപരമായി ബോധ്യപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലോജിക്കൽ ടു ഫോളോ ഹിസ് വേ. അത്തരത്തിൽ ദൈവമുണ്ട്, പ്രവാചകരിലൂടെ ആ ദൈവം ഗൈഡൻസ് അറിയിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ലോജിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആ വേ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായും നമ്മൾ ഈ മതം അതിൻ്റെ യുക്തിയൊക്കെ അന്വേഷിക്കുമ്പോൾ പല ആളുകളും മനസ്സിലാക്കുന്നത് പൂർണ്ണമായൊരു കൺവിക്ഷനിൽ എനിക്ക് ദൈവമുണ്ട്, മതം വേണം എന്ന ഒരു ബോധ്യപ്പെടൽ ഉണ്ടോ ഇല്ലേ, അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലാണ് പല ആളുകളും തട്ടി നിൽക്കാറുണ്ട്. അവിടെയാണ് പാസ്കൽസ് വെയ്ജ് ആർഗ്യുമെൻറ്റ് എന്നുള്ളത് വളരെ പ്രസക്തമാകുന്നത്. പാസ്കൽ വെയ്ജ് ആർഗ്യുമെൻറ്റ് പറയുന്നത്, ഈവൻ ഇഫ് സമ്മൺ ഈസ് നോട്ട് ഷുവർ അബൌട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ്, ദ expected value of believing outweighs the risk of disbelief. അതായത് ഒരാൾക്ക് അന്വേഷണങ്ങളിലൂടെ ഇങ്ങനെ ദൈവം ഉണ്ട് എന്നുള്ളതിന് കുറേ തെളിവ് കാണുന്നു, ഇല്ല എന്ന് പല ആൾക്കാരും വാദിക്കുന്നു. അപ്പോൾ അവിടെ പൂർണ്ണമായി പിന്നെ 100% എന്നുള്ള രൂപത്തിലൊരു കൺവിക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും പാസ്കൽ പറയുന്നത് എന്താ വെച്ചാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ബിലീവിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസം ഉണ്ടാവുക, മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഔട്ട്വെയ്സ് ദ റിസ്ക് ഓഫ് ഡിസ്ബിലീഫ്. അത് ഏത് രൂപത്തിലൊക്കെയെന്ന് ചോദിച്ചാൽ പിന്നെ മൊറാലിറ്റി, സമൂഹത്തിൻ്റെ ഒരു മൊറാലിറ്റി, അതേപോലെ തന്നെ പിന്നെ ഡിവൈനായിട്ടുള്ള പിന്നെ നന്മ തിന്മകൾ അല്ലെങ്കിൽ നീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സമൂഹത്തിൽ മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അതാണ് കൂടുതൽ ഒരു റാഷണലായ പൊസിഷൻ. ഈവൻ ഇഫ് റീസണബിൾ ചാൻസ് ഉണ്ടെങ്കിൽ, ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ റീസണബിൾ ചാൻസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ലോജിക്കൽ എന്നതടക്കമുള്ള ആർഗ്യുമെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ഒരു പാർട്ട് ഞാൻ അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ലോജിക്കലി ദൈവമുണ്ടെങ്കിൽ, പ്രോഫറ്റ്സിലേക്ക് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് യുക്തി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് എപ്പിസ്റ്റമോളജിക്കലി വരികയാണെന്നുണ്ടെങ്കിൽ, പിന്നെ പലപ്പോഴും പല ആളുകളും പ്രത്യേകിച്ചും റാഷണലിസ്റ്റ് പൊസിഷനിൽ ഉള്ള ആളുകൾ പലപ്പോഴും എടുക്കാറുള്ളൊരു പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, സയൻസ് മാത്രമാണ് അറിയാനുള്ള ഏക മാർഗം എന്ന രൂപത്തിൽ എടുക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ എപ്പിസ്റ്റമോളജിക്കലി തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ അറിവ് നേടാനുള്ള മാർഗങ്ങൾ പലതുണ്ട്. സയൻസ് മാത്രമാണ് എന്നുള്ളതിന് കൃത്യമായൊരു ലോജിക്കൽ ആയിട്ടുള്ളൊരു ബാക്ക് നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അറിവെടുക്കുന്നതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ടെസ്റ്റിമോണി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടൊരു മാർഗ്ഗമാണ്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാന മാർഗ്ഗമാണ്. അതുപോലെ തന്നെ ലോജിക് എന്ന് പറയുന്നത് മറ്റൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെയാണ് എംപിരിക്കൽ എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും പല ആളുകളും എടുക്കുന്നൊരു പൊസിഷൻ സയൻസ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അവിടെ എംപിരിസിസം അല്ലെങ്കിൽ എംപിരിക്കൽ നോളജ് മാത്രം എടുക്കുക എന്നൊരു പൊസിഷനിലേക്ക് പല ആളുകളും മാറാറുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരിക്കലും നമ്മുടെ യാഥാർത്ഥ്യങ്ങളുമായി യോജിച്ചു പോകുന്നതല്ല എന്നുള്ളതാണ് എപ്പിസ്റ്റമോളജിക്കലി എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അറിവെടുക്കുന്നത് ഇപ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിരുന്നു, ഇതൊക്കെ നമുക്കൊരിക്കലും സയൻറ്റിഫിക്കലി എംപിരിക്കലി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. മറിച്ച് അതൊക്കെ ടെസ്റ്റിമോണി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ലോജിക്കലിയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ഏതെങ്കിലും രൂപത്തിൽ പിന്നെ എംപിരിസിസം അല്ല അവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സയൻസ് മാത്രമാണ് അറിവിൻ്റെ ഏകമാർഗം എന്ന് പറയുന്നവർക്ക് അവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു മാർഗ്ഗങ്ങളെ തേടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സയൻറ്റിസം എന്ന് പറയുന്നത്, സയൻസ് മാത്രമാണ് അറിവ് നേടാനുള്ള ഏകമാർഗ്ഗം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സെൽഫ് ഡിഫീറ്റിംഗ്, സ്വയം തന്നെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റാണ്, കോൺട്രഡിക്ടറിങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സയൻസിൻ്റെ അടിസ്ഥാനം തന്നെ ഒരുപാട് ഫിലോസഫികളാണ്.
ഒന്ന് പിന്നെ കാര്യകാരണ ബന്ധം, ഒരു ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ടാകും എന്ന രൂപത്തിലുള്ള ഒരു ഫിലോസഫി, ഒരു ലോജിക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ പലതരത്തിലുള്ള ഫിലോസഫികൾ അതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്പേഷ്യൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു റെഗുലാരിറ്റികളിൽ അത് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ റെഗുലാരിറ്റി അസ്യൂം ചെയ്തുകൊണ്ടാണ്, അത്തരത്തിലുള്ള ഫിലോസഫിക്കൽ പൊസിഷനുകൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പേഷ്യൽ റെഗുലാരിറ്റി. അതായത് ഇവിടെ നിന്ന് നമ്മൾ നടത്തുന്ന സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് ഉഗാണ്ടയിലും അങ്ങനെ തന്നെ ആയിരിക്കും, അമേരിക്കയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഓരോ സ്ഥലത്തും പോയി എംപിരിക്കലി നമ്മൾ വെരിഫൈ ചെയ്യുന്നില്ല, അത് ലോജിക്കലി ഫിലോസഫിക്കലി എടുക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പം സയൻസ് ഇറ്റ് സെൽഫ് റൂട്ടഡ് ഇൻ ഫിലോസഫി അല്ലെങ്കിൽ ലോജിക്. അപ്പോൾ സയൻസ് മാത്രമാണ് അറിവിൻ്റെ ഏകമാർഗ്ഗം എന്ന് പറയുമ്പം അവിടെ തന്നെ എന്ത് വന്നു, ഒരു കോൺട്രഡിക്ഷൻ വന്നു. കാരണം സയൻസ് നമ്മൾ എടുക്കുന്നത് തന്നെ ചില ലോജിക്കിലാണ്, അല്ലെങ്കിൽ ചില ഫിലോസഫികൾ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തത് മതത്തിനു പകരമായി ശാസ്ത്രം, ശാസ്ത്രീയ ചിന്ത എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. അവിടെയാണ് ഒരു പ്രധാന പ്രശ്നം വരുന്നത്. സയൻസ് ഈസ് മോറലി ന്യൂട്രൽ. സയൻസ് ജസ്റ്റ് എക്സ്പ്ലെയിൻസ്. സയൻസ് കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു മോറൽ പൊസിഷൻ സയൻസ് എടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ നന്നാക്കാൻ, സമൂഹത്തെ നന്നാക്കാൻ ഒരിക്കലും സയൻസിന് കഴിയൂല. കാരണം സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ മോറൽ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴാണ് നന്നാവുകയും മോശമാവുകയും ചെയ്യുന്നത്. പിന്നെ ഒരു ഊർജ്ജ വിപ്ലവം സാധ്യമാക്കാൻ കഴിവുള്ള കണ്ടുപിടുത്താണ് ആറ്റം ബോംബ് ഇട്ടിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ കൊല്ലാൻ മനുഷ്യന് ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ ആ ആറ്റം ബോംബ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു പിന്നെ അറിവ് ഊർജ്ജ വിപ്ലവത്തിന് സാധ്യമാക്കാനും പറ്റും. പക്ഷേ മനുഷ്യൻ അത് ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരിക്കലും സയൻസിന് പറ്റില്ല. സയൻസ് ഈസ് മോറലി ന്യൂട്രൽ. അതുകൊണ്ട് തന്നെ സയൻസ് ഒരിക്കലും മതത്തിന് പകരമാകുന്നില്ല എന്നുള്ളതാണ്. സയൻസ് നമുക്കെല്ലാവരും, വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും എടുക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ മതത്തിന് പകരമാവുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോഷ്യലി റിലീജിയൻ പ്രൊവൈഡ്സ് എ മോറൽ ഫ്രെയിം വർക്ക്. ഒരു മോറലായൊരു ഫ്രെയിം വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും മതമില്ലായ്മക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൊസൈറ്റി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സൊസൈറ്റി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സർട്ടൺ റെഗുലേഷൻസ് ആവശ്യമാണ്. ഓരോരുത്തർക്കും തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങിയാൽ ആ സൊസൈറ്റി കൊളാപ്സ് ആവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കൊളാപ്സ് ആവാതിരിക്കാൻ ഒരു മോറൽ ഫ്രെയിം വർക്ക് ആവശ്യമാണ്. അത് റിലീജിയൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളിപ്പോൾ സെക്കുലർ സൊസൈറ്റീസ് എന്ന് പറയുന്നിടത്ത് പോലും റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഫ്രെയിം വർക്കുകളെ കടമെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് പോലും അത്തരത്തിലുള്ള വാല്യൂസ് കടമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള റിലീജിയനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സൊസൈറ്റി ഇറ്റ് ഈസ് പോസിബിൾ ആകൂല. അത് കൊളാപ്സിലേക്ക് പോകും എന്ന് മാത്രമല്ല, ആ ഒരു മോറൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് റിലീജിയൻ പ്രൊവൈഡ് ചെയ്യുന്ന അത് തന്നെ യഥാർത്ഥ മതമാണെങ്കിൽ ഇറ്റ് ട്രാൻസെൻഡ്സ് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിവിറ്റി. അതായത് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിവിറ്റികളെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും പലതരത്തിലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള പല തോട്ട്സ് ഉണ്ടാവും, പല പിന്നെ തോന്നലുകൾ ഉണ്ടാകും. അതിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു മോറൽ ഫ്രെയിം വർക്ക് മുന്നോട്ട് വെക്കാൻ മതത്തിന് കഴിയും. പക്ഷെ മതമില്ലായ്മക്ക് അത് കഴിയൂല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് മതമില്ലായ്മ ഒരു ആശയമായി എടുത്ത ആളുകളിൽ നിന്നും വലിയ രൂപത്തിലുള്ള സൊസൈറ്റിയെ തകർക്കുന്ന രൂപത്തിലും വയലൻസും അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നിരീശ്വരവാദികളോ അല്ലെങ്കിൽ മതമില്ലാത്തവരോ എല്ലാവരും വയലൻ്റ് ആണ് എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മതവിശ്വാസികളിലും വയലൻസ് നമുക്ക് കാണാൻ സാധിക്കും, നിരീശ്വരവാദികളിലും വയലൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചരിത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ ആളുകൾ ആരാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നിരീശ്വരവാദികളുടെ പേരാണ് ഏറ്റവും മുന്നിൽ വരിക. മാവോ, അതുപോലെ തന്നെ സ്റ്റാലിൻ, പിന്നെ ഈ എൻവറോജ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സൊസൈറ്റിയിൽ വയലൻസ് നടത്തിയ ആളുകൾ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അത്ര അളവിൽ വരില്ല എന്നുണ്ടെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ISIS എന്ന് പറയുന്ന, അതുപോലെ തന്നെ അൽ ഖായിദ എന്ന് പറയുന്ന, അതേപോലെ തന്നെ KKK എന്ന് പറയുന്ന, അതേപോലെ തന്നെ അശ്വിൻ വിരാദുവിൻ്റെ ബുദ്ധ ഭീകരവാദ സംഘടനകൾ, ഹിന്ദുത്വ ഭീകരവാദ സംഘടനകൾ, ഇങ്ങനെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഭീകര സംഘടനകളുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വയലൻസ് ചെയ്യുന്ന ആളുകൾ അത് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ആ വയലൻസിനെ മതത്തിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അതിനെ ഒബ്ജക്റ്റീവായി എതിർക്കാൻ മതവിശ്വാസികൾക്ക് സാധിക്കും. എന്നാൽ നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വയലൻസുകളെ നിരീശ്വരവാദത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കാൻ അതിനൊരു ഗ്രൗണ്ട് ഇല്ല. ഇതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ സ്റ്റാലിൻ അല്ലെങ്കിൽ മാവോ വയലൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിരീശ്വരവാദികളെല്ലാം അങ്ങനെയെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതൊരിക്കലും ഒരു ആർഗ്യുമെൻ്റ് അല്ല, അതൊരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. ഞാൻ പറയുന്നത് സ്റ്റാലിനോ മാവോയോ അല്ലെങ്കിൽ എൻവറോജയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിലിറ്റൻ നിരീശ്വരവാദികൾ ഇപ്പോൾ ഒരുപാടുണ്ട്, ന്യൂ എത്തീസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ സംഘപരിവാർ നാസ്തികരുണ്ട്. അവരൊക്കെ ചെയ്യുന്ന ഈ സൊസൈറ്റിയെ തകർക്കുന്ന അത്തരത്തിലുള്ള വയലൻസുകളെയോ അത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകളെയോ അടിസ്ഥാനപരമായി നിരീശ്വരവാദത്തിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് എതിർക്കാൻ നിരീശ്വരവാദത്തിനൊരു ബേസില്ല, അല്ലെങ്കിൽ യുക്തിവാദത്തിന് മതമില്ലാത്ത ഒരു അവസ്ഥക്ക് അതിനൊരു
ഒരു ബേസ് ഇല്ല. ഇതാണ് ഞാൻ പറയുന്നത്. എന്നാൽ മതത്തിനെ സംബന്ധിച്ചിടത്തോളം ISIS എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പേരിലുള്ള, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എൻ്റെ പേര് തന്നെ. അപ്പോൾ ഇസ്ലാമിൻ്റെ പേരിലുള്ള അത്തരത്തിലുള്ളൊരു വയലൻ്റ് ഓർഗനൈസേഷനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ എതിർക്കുന്നത് ഒബ്ജക്റ്റീവായിട്ടാണ്. ഖുർആനിലും ഹദീസിലും പറഞ്ഞതനുസരിച്ച് ISIS ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തുള്ള ഏകദേശം എല്ലാ മുസ്ലിം രാജ്യങ്ങളിലെയും പണ്ഡിത സഭകൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് ISISനെയും അൽഖായിദയെയും ബിൻ ലാദനെയൊക്കെ എതിർക്കുന്നത്. ഇതുപോലെ ഒബ്ജക്റ്റീവായി ഈ വയലൻസിനെ എതിർക്കാൻ നിരീശ്വരവാദത്തിനോ അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതരാഹിത്യം എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൽ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, നിരീശ്വരവാദികളായിട്ടുള്ള യുക്തിവാദികളായിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. എന്നാൽ അതേ സമയത്ത് ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, വയലൻസ് ചെയ്യാൻ തീരുമാനിച്ചാൽ, സൊസൈറ്റിയെ തകർക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ നിരീശ്വരവാദത്തിന് കഴിയൂല, അല്ലെങ്കിൽ മതമില്ലായ്മക്ക് കഴിയൂല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അത് ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ മതമില്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരാളെ തെറ്റിൽ നിന്നും തടയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് മതമില്ലാത്ത അവസ്ഥക്ക് ഉണ്ടാവുക. ഇനി നേരെ തിരിച്ച് നന്മകൾ നമ്മൾ പറയും, എല്ലാവരും മതവിശ്വാസികളും അല്ലാത്തവരൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധപ്രകൃതി എന്ന് പറയും, ഫിത്ര എന്ന് പറയും. എല്ലാവർക്കും ഫിത്രയുണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ഫിത്രയുണ്ട്, ഒരു ശുദ്ധപ്രകൃതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും നന്മകൾ ചെയ്യും. പക്ഷേ ഒരു നന്മ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷനോ അതിലേക്കുള്ള ഒരു അത് ചെയ്യണം എന്ന ഒരു അവസ്ഥയോ മതത്തിലുണ്ട്. പക്ഷേ മതമില്ലായ്മയിൽ അതുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തൊരു അപകടം നടക്കുന്നു, അയാളെ പോയി സഹായിക്കുക, അല്ലെങ്കിൽ അവരെ പോയി ഏതെങ്കിലും രൂപത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഒബ്ലിഗേഷൻ ആയിക്കൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷനായി വരികയാണ്. എന്നാൽ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ മതമില്ലായ്മയ്ക്ക് കഴിയില്ല, മതത്തിനത് കഴിയും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, മതത്തിന് ഒരാളെ തെറ്റിൽ നിന്നും തടയാനും കഴിയും, നന്മ ചെയ്യിപ്പിക്കാനും പറ്റും. മതമില്ലായ്മക്ക് ഒരാളെ തെറ്റിൽ നിന്നും തടയാനും കഴിയില്ല, നന്മ ചെയ്യിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുമ്പോൾ ഇതിലേതാണ് വേണ്ടത്? അപ്പോൾ മനുഷ്യന് മതം വേണം. അവനെ തെറ്റിൽ നിന്നും തടയാൻ, നന്മകളിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ മതം ആവശ്യമാണ്. അപ്പോൾ ഞാൻ അവസാനമായി 3 പോയിന്റുകളും കൺക്ലൂഡ് ചെയ്യാണ്. ലോജിക്കലി മതം അതാണ് ശരി എന്നുള്ളത് കൊണ്ട് മതം ആവശ്യമാണ്. ദൈവമുണ്ടെങ്കിൽ അവൻ റെവലേഷൻസ് പ്രോഫറ്റ്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ലോജിക്കലായിട്ടുള്ളത്. എപ്പിസ്റ്റമോളജിക്കലി സയൻസ് മോറലി ന്യൂട്രലാണ്. അതൊരിക്കലും സയൻറ്റിസം എന്ന് പറയുന്ന ഒരു റാഷണൽ പൊസിഷൻ അല്ല. അതുകൊണ്ട് അതാണ് അതൊരിക്കലും റിലീജിയന് പകരമാവുകയില്ല. സോഷ്യലി മനുഷ്യനെ തെറ്റിൽ നിന്ന് തടയാനോ നന്മകളിലേക്ക് പ്രോത്സാഹിപ്പിക്കാനോ മതമില്ലായ്മക്ക് സാധ്യമല്ല, മതത്തിന് സാധ്യമാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് മതം ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വിഷയാവതരണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വിഷയാവതരണത്തിന് വേണ്ടി 15 മിനിറ്റാണ് പ്രതീഷ് ക്ഷണിക്കുകയാണ്. എന്തായാലും ഞാനിതിനെ ഒരു സംവാദം ആയിട്ടൊന്നും അല്ല, ആ രീതിയിൽ ഞാൻ നോക്കി കാണാൻ ശ്രമിക്കുന്നില്ല. നമ്മളിവിടെ ഒരു ചെറിയ ചർച്ച ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ ഈ മതം വേണോ വേണ്ടയോ, മനുഷ്യന് മതം വേണോ എന്നുള്ള ചർച്ചകളെല്ലാം നല്ല പലപ്പോഴും ഒരു ഈക്വൽ സ്പേസിലല്ല നടക്കുന്നത്. ഒന്നുകിൽ മതവിശ്വാസികൾക്ക് എന്തോ മോറൽ ഹൈഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മതരഹിതരായ ആൾക്കാർക്ക് എന്തോ മോറൽ ഹൈഗ്രൗണ്ട്, അങ്ങനെയുള്ള ഒരു ഡിഫറൻറ്റ് സ്കെയിൽ ഓഫിലാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, വേണോ വേണ്ടയോ, അത് ചർച്ചയായാലും സംസാരമായാലും അതൊരു തുല്യ സ്പേസിൽ വേണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇനി മനുഷ്യന് മതം വേണോ എന്നുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ ഈ അറിവിൻ്റെ സോഴ്സായിട്ട് എന്തിനെ പ്ലേസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചം ഉണ്ടായി വന്നതല്ല. കാരണം ഈ പ്രപഞ്ചത്തിന് യാതൊരു ക്രമവും ഇല്ല എന്ന് പ്രപഞ്ചത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ച നിർമ്മിതി ആയാലും മനുഷ്യൻ്റെ നിർമ്മിതി ആയാലും തന്നെ അത് ആരെങ്കിലും ഒരു വ്യക്തിയോ എന്തെങ്കിലും ഒരു പവറോ എന്തെങ്കിലും ഉണ്ടാക്കി വന്നതല്ല എന്നുള്ളത് നമ്മൾ ഈ അറിവിൻ്റെ സോഴ്സ് ഏതിനെ എടുക്കുന്നു എന്നതിനെ പെടുത്തിയാണ് ഇരിക്കുന്നത് മതം വേണോ വേണ്ട എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം അറിവ് എന്താണെന്നുള്ളത് പറയണം. ഈ പലപ്പോഴും അറിവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അറിവ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാതെയാണ് ഈ സയൻസ് മാത്രവാദം പറയുന്നുണ്ടാകുന്ന കൺഫ്യൂഷനാണെന്നാണ് എനിക്ക് എൻ്റെ അത് മനസ്സിലായത്. അതേ അറിവ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ നമ്മൾ ചില അറിവുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക്കൽ വർക്കോ അല്ലെങ്കിൽ ഒരു കിളയൽ, അതായത് പുരയിടം കിളയ്ക്കലോ അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോൾ വാട്ടർ ലോഗിങ്ങോ, അത് ക്ലോഗിങ് വരുമ്പോൾ നമ്മൾ തന്നെ അതിൽ നിന്നും നമ്മളിത് പഠിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, പക്ഷേ നമ്മളത് ചെയ്യുന്നത് മൊത്തം സയൻസ് വർക്കാണ്. അപ്പോൾ അതൊരു എവരിഡേ നോളജ് പോലത്തെ അതല്ല സയൻറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്ന് പറയുന്നത്
പറയുന്നത് അത് നമ്മൾ എവരിഡേ നോളജാണ്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ കൃത്യമായി ആ മാവ് കറക്റ്റ് കുഴച്ച് റെഡിയായി ചപ്പാത്തി പൊള്ളി വരുന്നത് അതിൽ സയൻസ് ഉണ്ട്. പക്ഷേ ഈ സയൻസ് പഠിച്ചിട്ടല്ല നമ്മൾ ചപ്പാത്തി, അത് നമ്മൾ എവരിഡേ നോളജായിട്ട് വരുന്ന സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ജീവിയിൽ നിന്ന് അടുത്ത അതിൻ്റെ ന്യൂ ഓഫ്സ്പ്രിങ്ങിലേക്ക് കൈമാറ്റപ്പെടുന്ന കുറേ നോളജുകളുണ്ട്. അതുമല്ല സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അത് ഈ പരിണാമപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുമല്ല. അതേസമയത്ത് ഇപ്പോൾ നമുക്ക് ചില ജീവികളെ നമുക്ക് കാണാൻ കഴിയില്ല, നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല. അതിന് നമുക്ക് കുറച്ച് സങ്കേതങ്ങൾ വേണം. അപ്പോൾ ആ സങ്കേതത്തിലേക്ക് എത്തി നമ്മൾ ഇന്ന ജീവികളാണ് നമുക്ക് ഇന്ന അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു അറിവുണ്ട്. അതായത് നമുക്ക് എന്നാൽ ഇതേ ജീവികൾ നമുക്ക് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളെ കാണാൻ പറ്റുന്ന ചില ജീവികളുണ്ട്. അവരെ സംബന്ധിച്ച് അത് ഇവരുടെ നോളജാണ്. പക്ഷേ നമുക്കത് ഇവരുടെ നോളജ് അല്ല, നമ്മളത് സ്വായത്തമാക്കി എടുത്തതാണ്. അവിടെയാണ് ഈ സയൻറ്റിസം എന്ന് പറയുന്നൊരു സംഗതി വരുന്നത്. ഇതിൻ്റെ അറിവ് നേടാൻ സയൻസാണ് മാർഗം എന്ന് പറയുമ്പോൾ അതാണ് ആ ഒരു അറിവാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സയൻസിലൂടെ നമ്മൾ നേരിടുന്നത് അറിവാണ് എന്നുള്ളതാണ്, കേടുന്ന അറിവാണ്. ഈ അറിവിനെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് വേറെയാണ്. അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിഷയമേ അല്ല. കാരണം സയൻസ് എന്ന് പറയുന്നത് വാല്യൂ ന്യൂട്രലാണ്. സയൻസ് ഈസ് വാല്യൂ ന്യൂട്രൽ. പക്ഷേ സയൻസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി വാല്യൂ ന്യൂട്രൽ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേടുന്ന ഈ അറിവ്, അതായത് നമുക്ക് എവരിഡേ നോളജായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജീനുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടാത്തത് നമ്മൾക്ക്, എന്നാൽ നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി സന്തോഷപ്രദമാക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ചില അറിവുകളുണ്ട്. ആ അറിവ് നമ്മൾ നേടിയെടുത്തത് സയൻസിലൂടെ തന്നെയാണ്. അതിന് വേറെ ഒരു മാർഗവും ഇല്ല എന്നതാണ് സയൻറ്റിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ അറിവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ അറിവിൻ്റെ പ്രയോഗം എന്ന് പറയും. അപ്പോൾ അതാണ് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ എപ്പിസ്റ്റമോളജിക്കലി പറയുമ്പോൾ ഇപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത്, ഫിലോസഫിയുടെ ഒരു പ്രധാന പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലദേശത്തിനനുസരിച്ച് വ്യക്തികളനുസരിച്ച് മാറുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിലോസഫി ഒരിക്കലും അറിവിൻ്റെ ഒരു സോഴ്സായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ വ്യക്തി അനുസരിച്ച് മാറുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരാൾ നേരെ വേറൊരു ഫിലോസഫി വളരെ അത്ര നല്ല ഫിലോസഫിയായിട്ട് അവർക്ക് തോന്നത്തില്ല. അതിന് പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഫിലോസഫിയുടെ ഒരു പ്രശ്നം. പക്ഷേ നമുക്ക് ഈ അറിവിനെ പ്രയോഗിക്കണം. അത് ഇപ്പോൾ എൻ്റെ സഹസംവാദകൻ പറഞ്ഞ ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ ആയാലും അത് വെച്ചിട്ട് മൊബൈൽ ഫോൺ ഉണ്ടാക്കണോ, ബോംബ് ഉണ്ടാക്കി കൊല്ലണോ, അതോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി മനുഷ്യനെ സഹായിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വാല്യൂസ്, എത്തിക്സ് ആൻഡ് മോറൽസ് ആണ്. അത് സയൻസ് അല്ല തരുന്നത്, അത് നമ്മുടെ മനുഷ്യരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ ജീവിതം എങ്ങനെ സുഖകരവും സന്തോഷപ്രദവുമാക്കാം, കൂടുതൽ പുരോഗമനാത്മകമാക്കാം എന്നതായിരിക്കണം അതിൻ്റെ ബേസ്. ആ അറിവ്, അതാണ് അവിടെ ഫിലോസഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സയൻസ് മാത്രമാണ് അറിവ് നേടാനുള്ള സോഴ്സ്. പൊതുവെ ഇപ്പം നമ്മളൊരു ആർഗ്യുമെൻ്റ് പറയുമ്പോൾ ആ ആർഗ്യുമെൻ്റ് തെളിവായിട്ട് ആ ആർഗ്യുമെൻ്റ് തന്നെ വയ്ക്കുന്നത് ഒരു ഫാലസിയാണ്. അതായത് ഞാൻ ആർഗ്യുമെൻ്റ് പറഞ്ഞു, ആ ആർഗ്യുമെൻ്റ് തന്നെ എടുത്ത് വയ്ക്കുന്നത്. അതാണ് പലരും സയൻറ്റിസ്റ്റിന് എതിരായിട്ട് പറയുന്നത് സെൽഫ് ഡിഫീറ്റിംഗ് ആണ് എന്ന് പൊതുവെ എല്ലാ ഡിബേറ്റുകളിലും പറയുന്നൊരു സാധനം. പക്ഷേ അതങ്ങനെയല്ല. അത് നമുക്ക് സിമ്പിളാണ്. വേറൊരു അറിവിൻ്റെ സോഴ്സോടെ വെച്ചാൽ മതി. ഇതാണ്. അത് പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളായിട്ട് കാണാൻ നമുക്ക് പറ്റണം. ഈ അറിവ് നേടുന്നതിൻ്റെ കാര്യമായിട്ട് ഇത് പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു വിശ്വാസിയിൽ നിന്ന് നല്ല അനുഭവങ്ങളുണ്ടാവും. അതിൻ്റെ അർത്ഥം ആ വിശ്വാസം ശരിയാണ് എന്നതല്ല, ആ വിശ്വാസി, ആ വ്യക്തി ശരിയാണ് എന്നതാണ്. എന്നാണ് അത് കൂട്ടുക. അപ്പം ഇവിടെ വരുന്ന ചോദ്യം, മനുഷ്യന് മതം വേണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ നമ്മൾ മെയിൻ ചോദ്യം. ഇപ്പം നമ്മൾ അറിവായിട്ട് സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചവും മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതെങ്കിലും ദൈവമോ ഏതെങ്കിലും സൂപ്പർ പവറോ അല്ല എന്ന് ഉള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും, നിങ്ങൾ അറിവിൻ്റെ സോഴ്സായി സയൻസിനെ കാണുന്നുവെങ്കിൽ. പിന്നെ മതം വേണോ വേണ്ടോ എന്നുള്ളത് ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാൻ, കൂട്ടുകൂടാൻ മതം വേണോ വേണ്ടയോ എന്നുള്ളതല്ല. അപ്പം അതായത് ഈ പലപ്പോഴും മനുഷ്യരുടെ ഒരു പ്രശ്നം, മനുഷ്യർക്ക് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, മനുഷ്യരെന്ന് പറയുന്നത് ജ്ഞാനജീവികൾ മാത്രമല്ല, ദാർശനിക ജീവിയും കൂടിയാണ്. അതായത് മറ്റ് ജീവജാലങ്ങളെല്ലാം തന്നെ കേവലമായ ജ്ഞാനജീവികളാണ്. അതായത് അവർക്ക് ചില അറിവുകൾ കിട്ടുന്നു, അവർ കഴിക്കുന്നു, ഉറങ്ങുന്നു, മരിച്ചങ്ങ് തീർന്നു. അവർക്ക് പിന്നീട് ഇവിടെ നീതി നടപ്പാക്കണമെന്നോ തുല്യത ഉറപ്പാക്കണമെന്നോ സമത്വം വേണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും മറ്റ് ജീവികൾക്കൊന്നുമില്ല. പക്ഷേ മനുഷ്യർക്ക് അങ്ങനെയല്ല. ഇവിടെ കാരണം ഈ ദാർശനിക ജീവിയും കൂടെ ആയതുകൊണ്ട് അതിനും പരിണാമ വഴിയിൽ അതിന് തെളിവുകളുണ്ട്. എങ്ങനെയാണ് മനുഷ്യരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പറയുന്ന യുക്തി ചിന്തയൊക്കെ വരുന്നത് ഈ പരിണാമ വഴിയിലുണ്ടായ നമ്മൾ ആ പരിണാമത്തെ അട്ടിമറിച്ചുകൊണ്ട് മനുഷ്യൻ വളർന്നപ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന
ദാർശനിക ജീവിയും കൂടെ ആയതുകൊണ്ട് തന്നെ മനുഷ്യരെന്തോ ഇനി നമുക്ക് നീതി വേണം, നമുക്ക് തുല്യത വേണം, സമത്വം വേണം. പിന്നെ അതുപോലെ തന്നെ ഈ മനുഷ്യർ ഇപ്പോൾ ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പോൾ നീതി കിട്ടാനായിട്ട് അടുത്തൊരു ജീവിതം, സ്വാഭാവികമായിട്ട് ഒരു ജീവിതത്തിൽ നിന്ന് അടുത്ത ജീവിതത്തിൽ പോകുമ്പോൾ എന്തോ കൈമാറ്റപ്പെടണം. എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആ തൊട്ട് മുന്നത്തെ ജീവിയിൽ നിന്ന് അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെയാണ് ഈ മതത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കൊക്കെ വരുന്നത്, മതവിശ്വാസം വരുന്നത് അല്ലെങ്കിൽ ദൈവവിശ്വാസം വരുന്നത് തന്നെ ഈ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. നീതി അപ്പോൾ നമുക്കൊരു പറയാം, ഈ ലോകത്ത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ജീവിതകാലം മൊത്തം തെറ്റ് ചെയ്ത ഒരാൾക്ക് ഒരു കുഴപ്പമില്ലാതെ മരിക്കുകയും എന്നാൽ സത്യസന്ധനായും വളരെ മോറലായിട്ട് ജീവിച്ച ആൾ വളരെ നരകിച്ച് യാതനയോടെ മരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് നീതി എന്നൊക്കെ ഒരു ചോദ്യം വരും. പക്ഷേ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും അങ്ങനെ നീതി നടപ്പാക്കണമെന്നോ എല്ലാം തുല്യമാണോ എന്നുള്ള അങ്ങനെ പ്രകൃതിയാലൊരിതില്ല. അതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. ഈ മനുഷ്യൻ്റെ ആഗ്രഹ ചിന്തയിൽ നിന്നാണ് മതവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത്, മതമില്ലെങ്കിൽ മനുഷ്യൻ നശിച്ചു പോകും. ധാർമ്മികത, ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ധാർമ്മികത അല്ലെങ്കിൽ ഈ നീതി ഇതെല്ലാം തന്നെ കാലത്തിനനുസരിച്ച് മാറുന്നതാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അത് ശരിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് നോക്കുമ്പോൾ അത് നിയമവിരുദ്ധവും കുറ്റവും സാമൂഹികപരമായ തെറ്റുമാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നൊരു മനുഷ്യൻ ചെയ്തൊരു കാര്യം എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് അന്ന് തെറ്റായിരുന്നു, അത് വേറെ ചില സാമൂഹിക വിരുദ്ധമായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ പുരോഗമനാത്മകമാകുന്ന ആധുനികമാവുകയാണ് വേണ്ടത്. അപ്പം മതവിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം, ഈ മതത്തിൻ്റെ ഒരു പ്രശ്നം, മതം ആൾറെഡി സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യണം, ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന രീതിയിൽ പോകണം, ഇന്ന രീതി ചെയ്യണമെന്ന് പറയുമ്പോൾ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ടോ? ഇല്ല, മാറില്ല. പക്ഷേ നിങ്ങൾ മതരഹിതനായിട്ടിരുന്നാൽ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനുഷ്യന് ഈ അറിവിൻ്റെ പ്രയോഗത്തിനാണല്ലോ ഈ ധാർമ്മികതയും നീതിയും ഇതൊക്കെ സമത്വമൊക്കെ വേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കണമെന്നൊരു നിർബന്ധമില്ല. മതത്തിൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മതം വരുമ്പോൾ ഏത് മതം സെലക്ട് ചെയ്യണം എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ മതങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഒരു ആരെങ്കിലും ഇരുന്ന് പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായതുപോലെ അല്ല ഈ പ്രപഞ്ചം കാണുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമരാഹിത്യവും മറ്റ് പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രപഞ്ചം അങ്ങനെ ഒരു പ്രപഞ്ചം അങ്ങനെ തനിയെ ഉണ്ടായെന്ന് പറയാൻ പറ്റും. ഇതിൽ കൃത്യമായി ഞാൻ അതിൻ്റെ അങ്ങനെ ഒരു അക്കാഡമീഷ്യൻ അല്ലാത്തതുകൊണ്ട് പറയുന്നതിൽ പല ഇതുകളും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബിഗ് ബാങ് പോലുള്ള ഒരു സംഭവം, ഒരു സയൻറ്റിഫിക് നമ്മൾ വാലിഡേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സയൻസിന് പരിധിയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സയൻസിന് പരിധി ഉണ്ട് എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യന് പല പരിമിതികളും ഇതുകളുണ്ട്. പക്ഷേ സയൻസിന് അങ്ങനെ പരിമിതിയൊന്നുമില്ല. സയൻസ് നമ്മൾ കൂടുതൽ പുരോഗമിക്കും തോറും, കൂടുതൽ സങ്കേതങ്ങൾ ഉപയോഗിക്കും തോറും അറിവ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടാത്ത പല അറിവുകളും നമ്മൾ നാളെ കിട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ സയൻസാണ് അറിവ് നേടാനുള്ള മാർഗ്ഗം. പക്ഷേ അവിടെ അറിവ് എന്ന് പറയുന്നതിന് ഇവിടെ ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് ഈ പ്രയോഗമാണ്, ഈ തുല്യത, ധാർമ്മികത, ഇതെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നത്. പക്ഷേ മതഗ്രന്ഥമായാലും ഏത് മതമായാലും അത് കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നില്ല. അത് മാറുന്നത് മനുഷ്യരുടെ മൊറാലിറ്റി, ധാർമ്മികത ഇതെല്ലാം കാലഘട്ടത്തിന് മാറുന്നതാണ്, കാലത്തിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ചോദ്യത്തെ തന്നെ ഒന്ന് റീഫ്രെയിം ചെയ്യുകയാണ്. മനുഷ്യന് മതം വേണോ വേണ്ടതെന്നോക്കാൾ ഉപരി എപ്പോഴും നമ്മളൊരു കാര്യങ്ങൾ, അത് അറിവ് നേടാനായി സയൻസ് എന്ന ടൂൾ ഉപയോഗിക്കുക. ആ അറിവിൻ്റെ പ്രയോഗം എന്ന നിലയിൽ മനുഷ്യൻ്റെ ഒരു എത്തിക്സ്, മോറൽസ്, വാല്യൂസ് ഉണ്ടായിരിക്കുക. അതെന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യരുടെ മനുഷ്യൻ്റെ ഉന്നതി, സന്തോഷം, മനുഷ്യൻ്റെ കൂട്ടായ്മ. അപ്പോൾ മനുഷ്യർക്ക് എന്തായാലും ഒരു കൂട്ടായ്മ ആവശ്യമുണ്ട്. കാരണം മനുഷ്യൻ ഈ പരിണാമ വഴിയിൽ സംഘജീവികളായതുകൊണ്ടാണ് പലപ്പോഴും മതം പ്രസക്തമാകുന്നത്. ഈ മനുഷ്യർ പലപ്പോഴും സംഘജീവികളായതുകൊണ്ട് അവർക്ക് സംഘജീവിതം അവരെ ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘജീവിയായിരിക്കുമ്പോൾ സംഘത്തിന് ബൈൻഡ് ചെയ്യാനൊരു സാധനം വേണം. അപ്പോൾ പലപ്പോഴും വിശ്വാസം വരും. അതുപോലെ തന്നെ ദാർശനിക ജീവിയായതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇനി നാളെ എന്തോ നന്മ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും എന്നൊക്കെയുള്ള വിശ്വാസ ചിന്തയിൽ നിന്നാണ് ഈ മതം വേണമെന്നൊക്കെ ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് മനുഷ്യന് ധാർമ്മിക ജീവിയാകാനും സംസ്കാര സമ്പന്നനാകാനും സമത്വബോധം ഉണ്ടാകാനും മതം ഒരു പ്രധാന ഘടകമേ അല്ല. അത് നമ്മൾ ഈ മനസ്സിലാക്കി അറിവ് നേടി ഇരുന്നാൽ മനുഷ്യൻ ഉയരുന്നതനുസരിച്ച്, മനുഷ്യൻ്റെ ചിന്തയും ഈ സങ്കേതങ്ങളും പ്രയോഗങ്ങളും വരുന്നതനുസരിച്ച് മനുഷ്യ സ്നേഹങ്ങളുണ്ടായിരിക്കുക. പിന്നെ പലപ്പോഴും ഈ മതവിശ്വാസിയായാലും മതരഹിതരായാലും ഈ സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ സമൂഹത്തിൽ സോഷ്യോ എക്കണോമിക്കൽ സോഷ്യോ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ചിലർ മതത്തെ ഗ്രന്ഥപരമായിട്ട് വിമർശിക്കുകയും എന്നാൽ ആ ഒരു മതം നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളും ഒന്നും വിലയിരുത്താതെ അതിനൊരു
ലോജിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഡിബേറ്റുകളൊന്നും തന്നെ ഒരിക്കലും ഒരു ഫ്രൂട്ട്ഫുൾ ആവാത്തത് എന്നാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സാധനം. ഇപ്പം മതം വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയേക്കാൾ ഉപരി നമ്മൾ സമൂഹത്തെ എങ്ങനെ നമുക്ക് തുല്യ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ എങ്ങനെ സാഹോദര്യത്തിൽ അടുത്തനെയാക്കാം, തുല്യത ഉണ്ടാക്കാം, സമത്വം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് മതം ഒരു പ്രധാന ഘടകമേ അല്ല. മതമില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ മതത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മതം ഇരിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മതം ഈ പറഞ്ഞ പോലെ മനുഷ്യ അവകാശങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ട്. പിന്നെ തുല്യത ഇല്ലായ്മ വരുന്നുണ്ട്. പിന്നെ മനുഷ്യന് ചില വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ചില ഗ്രൂപ്പിൻ്റെ പേരിൽ, അതായത് ഗ്രൂപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ മനുഷ്യർ പിന്നെ വിവേചനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മതത്തിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി നമുക്ക് ചിലപ്പോൾ മതത്തിൻ്റെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മതം നിലനിൽക്കുന്നുണ്ട്, ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി മതരഹിതർ തമ്മിൽ തുല്യതയുണ്ട്. കാരണം ഇതെല്ലാം പ്രശ്നം നടക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ സാഹചര്യങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ വിശകലനം ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഈ പ്രശ്നം. പിന്നെ നിങ്ങൾ ഒരു സാമൂഹ്യ പ്രശ്നം വിശകലനം ചെയ്യുമ്പോൾ ഏത് പൊസിഷനിൽ ഇരുന്നിട്ടാണ് വിശകലനം ചെയ്യുക എന്നതും പ്രധാനമാണ്. പിന്നീട് അതായത് ഇപ്പം ഈ പറയുന്ന പോലെ നിങ്ങൾ മനുഷ്യർക്ക് സമത്വം വേണം, നിങ്ങൾക്ക് ഒരു ദുഃഖാർത്ഥനായ മനുഷ്യനെ കാണുമ്പോൾ അവനെ സഹായിക്കണമെന്ന് തോന്നൽ ഉണ്ടോ, അതിന് മതവും ഒരു ഘടകമല്ല എന്നതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പ്രതികരണങ്ങളിലേക്കാണ്. ആദ്യം പിന്നെ ഈ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. ഒന്നാമതായി അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ അവസരത്തിനായി ബാസിലിനെ ക്ഷണിക്കുകയാണ്. 10 മിനിറ്റാണ് സമയം. ഓക്കെ, അപ്പം മതം വേണോ മനുഷ്യന് എന്നുള്ളതിൽ പ്രധാനമായിട്ടും കുറച്ച് എപ്പിസ്റ്റമോളജിക്കലായിട്ടും അതുപോലെ തന്നെ ലോജിക്കലായിട്ടുള്ള പിന്നെ ചില പ്രതികരണങ്ങളാണ്, അല്ലെങ്കിൽ അതിനോടുള്ള ചില വ്യൂസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിൽ ഓരോ കാര്യങ്ങളായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഒന്നാമതായി പറയുന്നത് ലോജിക്കലായി ഞാൻ പറഞ്ഞ കാര്യങ്ങളോടുള്ള പ്രതികരണമായി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രപഞ്ചത്തിനൊരു ക്രമമില്ല, അതുകൊണ്ട് തന്നെ പിന്നെ ലോജിക്കലി ഒരു സ്രട്ടാവ് ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥാപിതനുണ്ട് എന്നുള്ളത് ഒരു ലോജിക്കൽ പൊസിഷൻ അല്ല എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് ഒരു നിരീശ്വരവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതരാഹിത്യത്തിൻ്റെ പൊസിഷൻ അതാണ്. പക്ഷേ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ പ്രപഞ്ചത്തിനെ നമുക്ക് എല്ലായിടത്തും ഒരു വ്യവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് പിന്നെ സയൻറ്റിഫിക് ലോസ് എന്ന് നമ്മൾ പറയുന്നു. ഓൾറെഡി ഉള്ള വ്യവസ്ഥകളെയാണ് നമ്മൾ ലോസ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ ഗ്രാവിറ്റി ഇങ്ങനെ നമ്മൾ നിർണ്ണയിച്ച് ഗ്രാവിറ്റി ഇങ്ങനെ ആക്കണമെന്ന് തീരുമാനിച്ചല്ലോ. ഓൾറെഡി തന്നെ പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥയെ നമ്മൾ എങ്ങനെയാണ് അതെന്ന് പഠിച്ചതാണ് ആ ലോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരുപാട് കോൺസ്റ്റൻറ്റുകളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ ഈ കോൺസ്റ്റൻറ്റ് കാണാൻ സാധിക്കുക? വ്യവസ്ഥ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ കോൺസ്റ്റൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പം ദർ ഈസ് എ വ്യവസ്ഥ, അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഇവിടെ 2 പൊസിഷൻസാണ് ഉള്ളത്. ഇവിടെ പ്രപഞ്ചം വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് പിന്നെ ഇവിടെ ഒരു നിരീശ്വരവാദ പൊസിഷൻ അല്ലെങ്കിൽ ഒരു മതരാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവമില്ല എന്ന ഒരു വാദത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം ഒരു റാൻഡമായി ഉണ്ടായതാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചോദ്യം, റാൻഡംനെസ് എങ്ങനെ ഒരു വ്യവസ്ഥാപിതത്വത്തിന് വഴിമാറി? ഓക്കെ, ബിഗ് ബാങ്ങോടുകൂടി ഒരു വ്യവസ്ഥയില്ലാതെ പെട്ടെന്നുള്ളൊരു എക്സ്പാൻഷനിൽ പ്രപഞ്ചം ഉണ്ടായി, ആയിക്കോട്ടെ. അങ്ങനെ പ്രപഞ്ചം ഉണ്ടായി, അത് പിന്നെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായ വ്യവസ്ഥയിലൂടെ ഫൈൻ ട്യൂൺഡാണ് നമ്മുടെ ഈ ഒരു പിന്നെ പ്രപഞ്ചമെന്ന് നമ്മൾ പറയും. എങ്ങനെ ഈ ഫൈൻ ട്യൂൺ വന്നു, എങ്ങനെ ഈ കോൺസ്റ്റൻസ് വന്നു, അങ്ങനെ ഒരു വ്യവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് 2 ഉത്തരം നമുക്കാവാം. എങ്ങനെയോ, റാൻഡംനെസ് എങ്ങനെയോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെയാണ് മതവിശ്വാസികൾ പറയുന്നത് കൃത്യമായി പ്രപഞ്ചത്തിന് ഒരു ബിഗ് ബാങ്ങോടുകൂടി തുറക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ അടക്കം നിയന്ത്രിച്ചുകൊണ്ട് കൃത്യമായൊരു നിയന്താവ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ലോജിക്കൽ പൊസിഷൻ എന്നുള്ളത്. ഞാൻ വീണ്ടും ഒരു ദൈവാസ്തിത്വത്തിൻ്റെ ഒരു ചർച്ചയിലേക്കോ ലോജിക്കിലേക്കോ കൂടുതൽ പോകുന്നില്ല, നമ്മുടെ വിഷയത്തിൽ നിന്ന് വല്ലാതെ വഴുതിമാറുന്നുള്ളത് കൊണ്ട്. പക്ഷേ അത് ലോജിക്കലി നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുകയാണെങ്കിൽ, ദൈവമുണ്ട് എന്ന ഒരു പൊസിഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മതം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് ലോജിക്കൽ ടു ഫോളോ ദാറ്റ് വേ എന്നുള്ളതാണ്, ലോജിക്കൽ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു വിഷയത്തിലുള്ള ആർഗ്യുമെൻറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം ഈ അറിവ് നേടാനുള്ള മാർഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ അറിവ് എവറിഡേ നോളജ് അതിൽ പെടും. അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് ഏതറിവും നമ്മൾ അറിവായി എടുക്കുന്ന, നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്ന ഏതൊരു കാര്യവും അറിവാണ്. അപ്പം ഫോർ എക്സാമ്പിൾ 1+1 = 2 ഇതൊരു അറിവാണ്, ഇറ്റ് ഈസ് എ നോളജ്. ആ നോളജ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അപ്പോൾ അറിവ് നേടാനുള്ള ഏകമാർഗം സയൻസ് എന്ന് പറയുമ്പോൾ 1+1 = 2 എന്നുള്ളത് ഒരിക്കലും സയൻസിൻ്റെ മേഖലയിലൂടെ, അതായത് എംപിരിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ലോജിക്. അവിടെയാണ് ഞാൻ പറയുന്നത്, വെറും സയൻസ് മാത്രമാണ് അതിൻ്റെ വേ എന്ന് പറയുമ്പം ലോജിക് അതിൻ്റെ വേ ആണ്. ലോജിക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് 1+1 = 2 എന്ന് പറയാൻ പറ്റുന്നത്, മാത്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ
നമ്മൾ അറിവ് നേടുന്നുണ്ട്. പിന്നെ ഈ സെൽഫ് ഡിഫീറ്റിംഗ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, സയൻസിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ പറ്റുള്ളൂ. എന്നാൽ ആ സയൻസ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ സ്പേഷ്യൽ റെഗുലാരിറ്റി, ടെമ്പറൽ റെഗുലാരിറ്റി, പിന്നെ കോസ് എഫക്റ്റ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള കുറേ ലോജിക്കുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയണം, ലോജിക്കും അറിവ് നേടാനുള്ള മാർഗ്ഗമാണ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവിടെ തന്നെ എന്ത് ചെയ്തു, സയൻറ്റിസം എന്ന് പറയുന്നത് അവിടെ തീർന്നു. കാരണം സയൻസ് മാത്രമാണ് അറിവ് നേടാനുള്ള മാർഗ്ഗം എന്ന് പറയുകയും എന്നാൽ ലോജിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അത് സെൽഫ് ഡിഫീറ്റ് ചെയ്തു. അതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പറയണം എങ്ങനെയാണ് ഈ അറിവിനെ ഡിഫൈൻ ചെയ്ത് ഇന്ന അറിവുകൾ മാത്രമാണ് ഞാൻ അറിവായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി പറയാതെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ കൂടി ബേസ് ലോജിക്കിലാണ് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സയൻസ് വാല്യൂ ന്യൂട്രലാണ്, കൈകാര്യം ചെയ്യുന്ന ആൾ വാല്യൂ ന്യൂട്രൽ അല്ല. ഒരു നല്ലൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായും അത് തന്നെയാണ് എൻ്റെയും പോയിന്റ്. ഞാൻ ആ വിഷയത്തിൽ അഗ്രി ചെയ്യുകയാണ്. സയൻസ് ഈസ് മോറലി ന്യൂട്രൽ, വാല്യൂ ന്യൂട്രലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഉദാഹരണം, ഒരു ഉരുള ചോറ്, ആ ചോറിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ പ്രോട്ടീൻ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻസ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ ഉരുള ചോറ് ഒരു വിശക്കുന്ന ഒരാളുടെ വായിലേക്ക് ഇട്ടുകൊടുത്താൽ നന്മയാണ്, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കിയാൽ അത് തിന്മയാണ് എന്ന് പറയാൻ സയൻസിന് കഴിയില്ല. അപ്പോൾ ആ കൈകാര്യം ചെയ്യുന്ന ആൾ വാല്യൂ ന്യൂട്രൽ അല്ല, ആ ആൾക്ക് വാല്യൂസ് ഉണ്ട്. എങ്കിൽ ആ വാല്യൂസ് എങ്ങനെ വന്നു? ഇതാണ് അൾട്ടിമേറ്റ്ലി എൻ്റെ പോയിന്റ്. ഇതാണ്, ആ വാല്യൂസ് എങ്ങനെ വന്നു? ആ വാല്യൂസ് ഒരിക്കലും സയൻസിൽ നിന്ന് വരില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സയൻസ് വാല്യൂ ന്യൂട്രലാണ്. ആ കൈകാര്യം ചെയ്യുന്ന ആളുടെ വാല്യൂസ്, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം, വിശക്കുന്നവനെ ഊട്ടണം എന്ന് പറയുന്ന വാല്യൂസ് എവിടെ നിന്ന് വന്നു? ആ വാല്യൂസ് ഒരിക്കലും സയൻസിൽ നിന്ന് വരില്ലല്ലോ. അപ്പം ദാറ്റ് മീൻസ് സയൻസിനപ്പുറത്തേക്കുള്ള ചില മാർഗ്ഗങ്ങൾ അവിടെ ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് ആ വാല്യൂസ് ദാറ്റ് കംസ് ഫ്രം റിലീജിയൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് ഇത് വരേണ്ടത്. ഇനി ആ വാല്യൂസ് ദൈവത്തിൽ നിന്നല്ല വരേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വരണം നിർബന്ധമില്ല എങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ആ ദൈവത്തിൽ നിന്നല്ല വന്നെങ്കിൽ ആ മോറൽ ഫ്രെയിം വർക്ക് അതെന്ത് ചെയ്യില്ല, ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി സബ്ജക്റ്റീവായിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാൻ വളർന്ന സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എൻ്റെ മനസ്സ് വളരെ കുടുസായ ഒരു മനസ്സാണെന്ന് വിചാരിക്കുക. ആ കുടുസായ മനസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറൊരാൾക്ക് ഫുഡ് കൊടുക്കേണ്ട കാര്യമില്ല. പ്രതീഷ് സാറ് അദ്ദേഹം കുറച്ച് നല്ല മനുഷ്യനാണെന്ന് വിചാരിക്കുക, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇവിടെ ഞാൻ പറയുന്നത് എന്നെയും പ്രതീഷ് സാറിനെ കൊണ്ടും രണ്ടാളെ കൊണ്ടും ഈ ഭക്ഷണം കൊടുപ്പിക്കുക എന്ന ഒരു കാര്യം ചെയ്യുക, ആ വാല്യൂ അത് ദാറ്റ് ട്രാൻസെൻഡ്സ് ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റി ആസ് എ സൊസൈറ്റി ഹോൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു നല്ല അവസ്ഥയിലേക്ക് വരുള്ളൂ. മറ്റെന്താ വെച്ചാൽ നല്ല മനസ്സുള്ള ആൾക്കാർ നല്ലത് ഇങ്ങനെ ചെയ്തു പോകും, മോശം മനസ്സുള്ള ആൾക്കാരെ അത് തടയാൻ കഴിയൂല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് വരിക. അപ്പോൾ ആ വാല്യൂസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ചോദ്യം. അതിന് മതം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്നുള്ളതല്ലാതെ മറ്റു മറുപടികളിലേക്ക് പോയാൽ അവിടെ പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം ഒരു ബേസ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ആ വാല്യൂസിന് ഒരു ബേസ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മനുഷ്യൻ്റെ ജീവിതം പരമാവധി സുഖപ്രദമാക്കുക. എങ്ങനെ സുഖപ്രദമാക്കണമെന്ന ആലോചനകളിൽ നിന്നാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു യൂട്ടിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ യൂട്ടിലിറ്റി കൂട്ടുക എന്നുള്ളത് കേവലമായ ഒരു ഫിലോസഫിയായി, ഒരു ലോജിക്കായിട്ട് പറയുമ്പോൾ തന്നെ ഒന്നാമത് ഞാൻ പറയുന്നു അത് സയൻസിൻ്റെ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. യൂട്ടിലിറ്റേറിയനിസം ഒരിക്കലും സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്തതല്ല. സയൻസ് മാത്രമാണ് അറിവ് നേടാനുള്ള മാർഗ്ഗമെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം സയൻസ് മുഖേന വരുന്നതല്ല, എംപിരിക്കലായി വരുന്ന ഒരു കാര്യമല്ല. അവിടെ തന്നെ ആ ഒരു വാദത്തിൻ്റെ ഒരു പരിമിതി നമുക്ക് ബോധ്യപ്പെടും. രണ്ടാമത്തത്, ഈ പരമാവധി സുഖപ്രദമാക്കുക എന്നുള്ളതിന് കൃത്യമായ ഫ്രെയിം വർക്ക് ഇല്ല എങ്കിൽ പലപ്പോഴും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. ഹിറ്റ്ലർ ഈ തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്കിലൂടെ പോയ ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി യൂട്ടിലിറ്റി കൂട്ടാനുള്ള മാർഗ്ഗമായിരുന്നു സമൂഹത്തിൽ ഉപകാരമില്ലാത്ത ഈ പറഞ്ഞ വൈകല്യമുള്ളവർ, ജൂതന്മാർ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജൂതന്മാർ ഉപകാരമില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് പ്രശ്നമുള്ള ആൾക്കാരാണ്. ആര്യവർഗം അല്ലെങ്കിൽ അത് മുന്നോട്ട് വരലാണ് യൂട്ടിലിറ്റി കൂട്ടൽ. അപ്പം ജർമ്മൻ സമൂഹത്തിൽ യൂട്ടിലിറ്റി കൂട്ടാനാണ് ഹിറ്റ്ലർ എന്ത് ചെയ്തത്, നാസിസം കൊണ്ടുവന്നത്. അതേപോലെ തന്നെ സ്റ്റാലിൻ, കോടിക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുള്ള സ്റ്റാലിൻ എന്ന് പറയുന്ന നിരീശ്വരവാദി, അദ്ദേഹത്തെ ഒരിക്കലും അയാളൊരു ഭയങ്കര മോശം ഒരു ഇൻറ്റൻഷനോടുകൂടി അല്ല അത് ചെയ്യുന്നത്. കോടിക്കണക്കിന് ആളുകളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നല്ലൊരു യൂട്ടിലിറ്റി വിചാരിച്ചുകൊണ്ടാണ്. ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു വ്യവസ്ഥ വരുന്നു, അങ്ങനെ ഒരു സമത്വസുന്ദരമായൊരു ലോകം വരുന്നു എന്നൊരു യൂട്ടിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യുന്നത്. എൻവറോജ, ലോകത്തെ ആദ്യത്തെ എത്തീസ്റ്റ് നേഷൻ എന്ന് പറയുന്ന അൽബേനിയയിൽ മതവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ അൻവറോജയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു ഗുഡ് യൂട്ടിലിറ്റിയാണ്. നല്ലൊരു സുഖപ്രദമായൊരു അവസ്ഥ ഉണ്ടാവണം. കാരണം എന്താ, ഈ മതങ്ങളൊക്കെ ആളുകളെ ഞെരുക്കുകയാണ്. ആ ഞെരുക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ യൂട്ടിലിറ്റി കൂട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അവിടെ ഫ്രെയിം വർക്ക് എന്താണ് അതിൻ്റെ ബേസ് എന്നുള്ളത് എടുത്ത് യൂട്ടിലിറ്റേറിയൻസിനോ
അല്ലെങ്കിൽ മതമില്ലായ്മക്കോ അതെന്ത് ചെയ്യില്ല, വിശദീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണത് പലപ്പോഴും പരാജയമാകുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാൻ വേറൊരു ഭാഗത്ത് പറഞ്ഞൊരു കാര്യം, പിന്നെ ഈ സെറ്റ് ഓഫ് റൂൾസ്, മതത്തിന് ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് മതവിശ്വാസികൾ. മതമില്ലാത്ത അവസ്ഥക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുരോഗമനപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാനും പ്രതീഷ് സാറും ഇവിടെ ഇരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഈ കാലഘട്ടത്തിൻ്റെ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ പുതിയ പുരോഗമന കാലഘട്ടത്തിലുള്ള പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള വസ്ത്രമാണ് ധരിച്ചത്. നമ്മൾ ഇന്നത്തെ കാലത്തുള്ള മെഷീനുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണമാണ് ഇന്ന് രാവിലെ കഴിച്ചത്. അങ്ങനെ എല്ലാ നിലക്കും ഭൗതികമായ സങ്കേതങ്ങൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ നമ്മൾ എടുക്കുന്ന മോറൽ ഫ്രെയിം വർക്കിന് ചില അടിസ്ഥാനങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ചില സെറ്റ് ഓഫ് റൂൾസ്, ശരിയാണ്, ഞാനൊരു മതവിശ്വാസിയാണ്, എനിക്ക് ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് ഒരിക്കലും എന്നെ കാർ ഉപയോഗിക്കുന്നതിന് തടയുന്നില്ല, എന്നെ നല്ല ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണമോ വസ്ത്രമോ ധരിക്കുന്നത് ഒന്നും തടയുന്നില്ല. ആകെ തടയുന്നത് ചില തിന്മകളിൽ നിന്ന് തന്നെ തടയാൻ, ചില നന്മകളിലേക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കാൻ മതത്തിന് കഴിയുന്നത് മാത്രമാണ്. അപ്പോൾ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് തീർച്ചയായും സമൂഹത്തിനാവശ്യമുള്ള ചില കാര്യങ്ങളിലാണ് അവിടെ നിയന്ത്രണങ്ങൾ വരുന്നത്. അപ്പം ഈ മതരഹിതമായിരുന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റാമെന്ന് പറയുമ്പോൾ ആ മാറ്റാം എന്നുള്ളതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവിധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ നിരീശ്വരവാദികളായ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അവർ അത് തടയാൻ, ഞാൻ ഒന്നുകൂടി ഇപ്പോൾ സമയം കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ആ പോയിന്റ് കൂടി പറഞ്ഞു, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് അടുത്ത തവണ ഓക്കെ. അപ്പോൾ ഏതായാലും അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ചില വാല്യൂസ് വേണം, അല്ലെങ്കിൽ മനുഷ്യൻ ദാർശനിക ജീവിയാണെന്നൊക്കെ പറഞ്ഞു. ഏതാണ് ആ ദർശനം? ഇതാണ് ചോദ്യം. ആ ദർശനം എങ്ങനെ വരും? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, മനുഷ്യനെ എന്തായാലും കുറേ തിന്മകൾ, കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തിന്മകളിൽ നിന്നും തടയാൻ മതത്തിനെ കഴിയുള്ളൂ, മതമില്ലായ്മക്ക് കഴിയൂല. മനുഷ്യനെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ, നേരത്തെ പല നന്മകളും പറഞ്ഞു, ആ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കാനോ അതിലേക്ക് അവനെ വിടാനോ മതത്തിനെ കഴിയുള്ളൂ, അത് മതമില്ലായ്മക്ക് കഴിയൂല. ഒരു മതമില്ലാത്ത ഒരാൾ, അയാൾ മടിപിടിച്ച് നിൽക്കുകയാണ്, അപ്പുറത്തൊരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ കിടക്കുകയാണ്, അയാൾക്ക് താല്പര്യമില്ല, ഒരു വ്യക്തി ഇൻഡിവിജ്വലി അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി അയാളെ കൊണ്ട് ആ ഭക്ഷണം കൊടുപ്പിക്കാൻ നിരീശ്വരവാദത്തിനോ മതമില്ലായ്മക്കോ കഴിയില്ല, മതത്തിനത് കഴിയും. സോ അതുകൊണ്ട് തിന്മകളിൽ നിന്ന് തടയാൻ മതത്തിനെ കഴിയുള്ളൂ, നന്മകളിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ മതത്തിനെ കഴിയുള്ളൂ. സോ മതം ആവശ്യമാണ് എന്നുള്ളതാണ്. വേറെ കുറച്ച് പോയിന്റുകൾ കൂടി ഉണ്ട്, അത് അടുത്ത അവസരത്തിൽ ഉപയോഗിക്കും. ഓക്കെ, അടുത്തായിട്ട് പ്രജീഷ് സാറിൻ്റെ അവസരമാണ്. ഒന്നാമത്തെ റൗണ്ടിൽ 10 മിനിറ്റാണ്, വാചകങ്ങൾ പൂർത്തീകരിക്കാം. അല്ല, ഇതിൽ ഈ പ്രപഞ്ചത്തിന് ക്രമമുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഗാലക്സീസ് തമ്മിൽ കൊളിഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഭൂമിയിലേക്ക് ഉൽക്ക വീണിട്ട് മാസ് എക്സ്റ്റൻഷൻ, അതായത് ദിനോസറുകളൊക്കെ ഇവിടെ എക്സ്റ്റെൻഡായി പോയതിന് തന്നെ കാരണം മാസ് ഈ കൊളിഷൻസ് ആണ്, അല്ലെങ്കിൽ ഉൽക്ക വീണതാണ്. അപ്പോൾ അവിടെ പ്രപഞ്ചത്തിന് ഈ ക്രമമുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിനെല്ലാം ഡെഫിനിഷൻ ഇല്ലാതെ, പക്ഷേ ക്രമം എന്ന് പറയുമ്പോൾ ഇവിടെ വ്യവസ്ഥാപിത നിയമം, പുള്ളി പറഞ്ഞ ബാസിൽ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ നമ്മൾ ആൾറെഡി പ്രപഞ്ചത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് സയൻസ് വെച്ചത്. സയൻസ് ഈസ് ഡിഫൈനിങ് ദ തിങ്സ്. അപ്പോൾ ആൾറെഡി ഉള്ള സാധനങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു, അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇതാണ് ലോ ഉണ്ട്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ലോ ആയാലും പ്രപഞ്ചോൽപ്പത്തി ആയാലും പരിണാമം മനുഷ്യോൽപ്പത്തി ആയാലും ഇതെല്ലാം അതിൻ്റെ റൂൾസ് ഉണ്ട്. അതവിടെ തന്നെ ഉള്ളതാണ്, നമ്മളത് ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ആ ഡിഫൈൻ ചെയ്യാനുള്ള ടൂളാണ് സയൻസ്. അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ ഇത് പ്രപഞ്ചം അങ്ങനെ ക്രമമായിട്ട് കൃത്യമായിട്ട് ആരോ അവിടെ നിന്ന് നിയന്ത്രിച്ച് നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കൊളീഷൻസ് എങ്ങനെ ഉണ്ടായി, ഈ മാസ് എക്സ്റ്റൻഷൻ എന്തുകൊണ്ടുണ്ടായി, എല്ലാ ജീവികൾക്കും എന്തുകൊണ്ട് തുല്യത ഇല്ലാതായി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ക്രമം, അതായത് ക്രമമില്ലാതെ ഒരു റാൻഡം എന്നൊക്കെ പറയാമെന്ന്, ഈ അങ്ങനെ ഉണ്ടായതാണെന്നതിനുള്ള തെളിവുകളാണ് നമ്മൾ. അതായത് ഒരു റാൻഡമായിട്ട് എങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടായാൽ, അല്ലെങ്കിൽ റാൻഡമായിട്ട് ഒരു പ്രപഞ്ചം ഉണ്ടായാൽ അത് എങ്ങനെ ഇരിക്കുമോ അങ്ങനെയാണ് നമ്മളെ പ്രപഞ്ചം കാണപ്പെടുന്നത്. മനുഷ്യൻ പരിണാമവഴിയിലൂടെ എങ്ങനെ ഉരുത്തിരിഞ്ഞുണ്ടായി വന്നോ അങ്ങനെയാണ് മനുഷ്യൻ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നിയന്താവിരുന്ന് നിയന്ത്രിച്ച് സെൽഫ് റെഗുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി വിട്ട സാധനമല്ല എന്നത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ അതിൽ പറഞ്ഞ ഇതെല്ലാം നമ്മൾ ചർച്ചയൊക്കെ നടക്കുമ്പോഴും ഇതെങ്കിലും അറിവിൻ്റെ സോഴ്സായിട്ട് ഏതിനെ എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ ബേസ് ഇരിക്കുന്നത്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സയൻസ് നമ്മൾ അറിവ് നേടി, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോളജ് ആൻഡ് വിസ്ഡം എന്നുള്ള സാധനമുണ്ട്. ഇപ്പോൾ നോളജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ
ഇപ്പം ടൊമാറ്റോ ഇറ്റ്സ് എ ഫ്രൂട്ട് എന്ന് നമ്മൾ പറയും, അതൊരു നോളജാണ്. പക്ഷേ ഈ ടൊമാറ്റോയെ പിടിച്ച് ഫ്രൂട്ട് സലാഡിൽ ഇടരുത് എന്ന് പറയുന്നതാണ് നമ്മളെ വിസ്ഡം. അത് ഇനപ്രോപ്രിയേറ്റ് ആണ് എന്ന് പറയുന്ന പോലെ ഈ സയൻസിലൂടെ നമ്മൾ നേടുന്ന അറിവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ മതം വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച കിടക്കുന്നത് ഈ അറിവിൻ്റെ പ്രയോഗത്തിലാണ്. അപ്പോൾ അവിടെ നമ്മൾ അറിവിൻ്റെ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ പൊസിഷൻ പ്രധാനമാണ്. അതായത് ഇപ്പോൾ ഏത് ഫിലോസഫി അതെന്ന് പറയുമ്പോൾ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ കാലദേശത്തിനനുസരിച്ച് മാറുന്ന, വ്യക്തി അനുസരിച്ച് മാറുന്ന, അതിന് അറിവിൻ്റെ സോഴ്സായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ അത് അറിവിൻ്റെ പ്രയോഗമാണ് ഫിലോസഫി എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോൾ ഫിലോസഫി വേണോ വേണ്ടോ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഏത് ഫിലോസഫി എടുക്കും എന്നുള്ളൊരു വലിയൊരു പ്രശ്നം വരും. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാപിറ്റലിസം വേണോ കമ്മ്യൂണിസം വേണോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരുന്നിട്ടാണ് ചിന്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളൊരു ക്യാപിറ്റലിസ്റ്റ് ആവുന്നതും കമ്മ്യൂണിസ്റ്റ് ആവുന്നതും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതാവുന്നതും എല്ലാം നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരുന്ന് ചിന്തിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അവിടെ നമ്മൾ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇപ്പം ഹിറ്റ്ലർ ഒക്കെ വിചാരിച്ചതും സ്റ്റാലിൻ വിചാരിച്ചതും ആരായാലും ഇപ്പോൾ XY വിചാരിച്ചതും ആത്യന്തികമായി മനുഷ്യരുടെ നന്മ തന്നെയായിരുന്നു. പക്ഷേ സംഭവിച്ചത് കൊടൂര കൊലപാതകവും ക്രൂരതകളുമാണ് നടന്നത്. അപ്പോൾ അവിടെ മതം ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പം മതത്തിലായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു വെച്ചാൽ അത് കാരണം ഇത് പറഞ്ഞ പോലെയാണ്. അത് ദിസ് ഈസ് മതമായിട്ട് അല്ലെങ്കിൽ മതരാഹിത്യത്തിന് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അത്ര പ്രശ്നത്തിൻ്റെ കാര്യം. അതായത് ഇപ്പോൾ ഒരാൾ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യത്തിന് അത് അതിൻ്റെ ദർശനത്തിൻ്റെ പ്രശ്നമായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ മതത്തിൻ്റെ പേരിൽ നടത്തിയ കൊലപാതകങ്ങളെല്ലാം മതമാണ് പ്രശ്നമെന്ന് പറയേണ്ടി വരും. മതരഹിതർ ചെയ്ത കൊലപാതകങ്ങളും പ്രശ്നങ്ങളും മതരാഹിത്യത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ മതവിശ്വാസികൾ ചെയ്തത് മതത്തിൻ്റെ പേരിലായിട്ട് അക്കൗണ്ടബിൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ അങ്ങനെ അക്കൗണ്ട് ആക്കുന്നില്ല. കാരണം അതെല്ലാം ആ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം നിങ്ങൾ ഏത് പൊസിഷനിൽ നിന്ന് ഇത് ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും. പിന്നെ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മതം നമ്മളിപ്പോൾ പറഞ്ഞ സെറ്റ് അത് തരുന്നു. അതായത് നിങ്ങളെ ആധുനികനാക്കാൻ മതം നിങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ മതത്തിൻ്റെ എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മതത്തിന് എപ്പോഴും ഇൻ ഗ്രൂപ്പ് ഒരു സ്വഭാവമുണ്ട്, ഔട്ട് ഗ്രൂപ്പ് ഒരു സ്വഭാവമുണ്ട്. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ മതത്തിലുള്ള ആൾക്കാരോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ മതവിശ്വാസികളും അങ്ങനെയല്ല. അതുപോലെ തന്നെ ഔട്ട് ഗ്രൂപ്പിനോട് ഒരു വെറുപ്പ്, ഒരു എതിർപ്പ്, അവർ അത്ര നല്ലവരല്ല, അത്ര കുറഞ്ഞ ആൾക്കാരാണ് എന്നുള്ള ചിന്ത നിങ്ങളെ മതത്തെ നിങ്ങളെ നയിക്കും. മതം അങ്ങനെ എൻ്റെ മതം അല്ലല്ലോ, ആ പുള്ളി വേറൊരു സെറ്റപ്പ് റൂളാണ്. അത് എല്ലാ വ്യക്തികളും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ മതവിശ്വാസി ആണ് എന്നതുകൊണ്ട് അയാൾ ഒരു കുറഞ്ഞ മനുഷ്യനെന്നോ മതരഹിതനായ പോലെ ഉന്നതനായ മനുഷ്യനാണെന്നുള്ള മോറൽ ഹൈഗ്രൗണ്ടാണ്. അങ്ങനെ ഒരു പൊസിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾ നിൽക്കുന്നത് ഏത് പൊസിഷനാണെന്നുള്ളത്. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇപ്പം നമ്മൾ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കും, ശരിയാണ്. അപ്പം ബാസിലായാലും അതല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ബാസിലായാലും ഒരു യുക്തിവാദിയായ പ്രതീക്ഷ ആയാലും പിന്നീട് ഈ നമ്മൾ ഇതൊക്കെ നന്മ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ നമ്മൾ സഹായിക്കും, അല്ലെങ്കിൽ ഒരാൾ ആഹാരം പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ സഹായിക്കും. ഇപ്പോൾ എനിക്ക് അതിന് മതത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ഒരു മനുഷ്യനെ സഹായിക്കാൻ എനിക്ക് മതം ഒരു സെറ്റ് ഓഫ് റൂൾസ് വരുന്നില്ല. അതായത് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കണമെന്ന്, അതായത് കൈക്കൂലി വാങ്ങരുത് എന്ന് എന്നെ ഏതെങ്കിലും മതമല്ല എന്നെ പഠിപ്പിച്ചു. അത് ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഞാൻ നേടിയെടുത്ത സാമൂഹിക ഇടപെടലിലൂടെ ഞാൻ നേടിയെടുത്ത സ്വായത്തമാക്കിയ അറിവാണ്. അതിന് ഏതെങ്കിലും ഒരു മതമോ ഒരു ഫിലോസഫിയോ എന്നിൽ അടിച്ചേൽപ്പിച്ചതല്ല. ഞാൻ കൈക്കൂലി വാങ്ങത്തില്ല, അല്ലെങ്കിൽ ഞാൻ മനുഷ്യരെ ഇപ്പോൾ ഒരു വീണ് കിടക്കുമ്പോൾ മനുഷ്യരെ സഹായിക്കും. പിന്നെ സഹായിക്കുമ്പോൾ ഞാനത് കൂലി വാങ്ങാറില്ല. അങ്ങനെ കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണ്, ടാക്സ് വെട്ടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. പിന്നെ പബ്ലിക്ക് തുപ്പൂല. പിന്നെ ഇതിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആധുനികപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ ഡ്രസ്സ്, ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ഈ ഡ്രസ്സ് പോലും ഈസ് നോട്ട് മൈ ചോയ്സ്. കാരണം അത് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് തന്നെ അതിന് ചരിത്രപരവും സാമൂഹികപരമായ ഇടപെടലും ചർച്ചകളും ഉണ്ട്. അപ്പം ഒരു കാലത്ത് അപ്പോൾ ഇതെല്ലാം ഈ ഫ്രെയിം വർക്കുകളാണ്. അതായത് നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അപ്പം ഒരു കാലത്ത് മാറുമരയ്ക്കൽ സമരം നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ഫെമിനിസ്റ്റുകൾ പറയുന്നത് ഇപ്പോൾ ടോപ്ലെസ് മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ചില മൂവ്മെൻറ്റുകളുണ്ട്. അതുപോലെ ഓപ്പൺ ബ്രസ്റ്റ് മൂവ്മെൻറ്റ്, അതായത് പുരുഷന്മാർ അപ്പർ ബോഡി നേക്കഡായിട്ടിരിക്കുമ്പോൾ അതേ അവകാശം പുരുഷന്മാരല്ലാത്ത വ്യക്തികൾക്ക് വേണം എന്ന് പറഞ്ഞുള്ളതാണ്. അപ്പോൾ അത് ഓരോ സാഹചര്യത്തിലും ഓരോ കാലഘട്ടത്തിലും അത് ആണ് അതിൻ്റെ ഇതിരിക്കുന്നത്. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ചില സമയങ്ങളിൽ ചിലർ രാജ്യദ്രോഹികളാകുമ്പോൾ അതേ രാജ്യദ്രോഹി ചില സമയത്ത് വിപ്ലവകാരികളായി മാറും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്ന് ഇത് കാര്യങ്ങളെ കാണുന്നു, ഏത് ഫ്രെയിം വർക്കിൽ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രശ്നം. പിന്നെ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചൊരു കാര്യമുണ്ട്, അത് സയൻസ് എന്ന് പറയുന്നത് ഒരു വാല്യൂവും തരുന്നില്ല. സയൻസ് ഇസ് ഡിസ്ക്രൈബിങ് ദ തിങ്സ്. പക്ഷേ റിലീജിയൻ്റെ പ്രശ്നം റിലീജിയൻ ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമല്ല പ്രിസ്ക്രൈബ് കൂടെ ചെയ്യും. ഇന്ന് നിന്നൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് മതം നിലനിൽക്കുന്നുണ്ടുള്ള കുഴപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് പ്രശ്നങ്ങൾ വരും. അത് അൾട്ടിമേറ്റ്ലി ക്ലാഷിലേക്കും ആണ് അത് പോകുന്നത്. അത് മതമാണ് റീസൺ എന്നൊന്നും ഞാൻ വളരെ ഗ്രാൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ മതവിശ്വാസി ആയിരിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരും. പിന്നെ മനുഷ്യനെ സഹായിക്കാൻ മതത്തിൻ്റെ ആവശ്യമില്ല. മതരഹിതരായ ആൾക്കാർ സഹായിക്കുന്നു. ഇതെല്ലാം ഒരു മനുഷ്യനെ സഹായിക്കണോ, വീണ് കിടക്കുന്നവനെ ഇത് ഒരു കൈത്താ കൊടുക്കണോ എന്നൊക്കെയുള്ള നമ്മൾ ഏത് പൊസിഷനിലിരുന്ന് ചിന്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അകത്ത്
പറയാനുള്ളത്. ഓക്കെ, 6 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സംവാദത്തിൻ്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. പ്രതീഷ് സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടുള്ള ബാസിലിൻ്റെ മറുപടികളാണ്. 7 മിനിറ്റാണ് സമയം. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഈ ഒരു ക്രമമില്ല എന്നുള്ളതാണ്. ക്രമമില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവായിട്ട് പറയുന്ന കുറച്ച് കൊളീഷൻസോ അല്ലെങ്കിൽ ഉൽക്ക വീണു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രമത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്താണ് ഈ വ്യവസ്ഥ എന്നുള്ളതിനെപ്പറ്റി പൂർണ്ണമായി, അത് സയൻസ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ, ഈ പ്രപഞ്ചത്തെ തന്നെ പൂർണ്ണമായി ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നാണ് സയൻസ് പറയുന്നത്. കാരണം നമ്മൾ അത്രത്തോളം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രപഞ്ചത്തെ പൂർണ്ണമായി ഒബ്സർവ് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. ആ ഒബ്സർവ് ചെയ്യാൻ പോലും പറ്റാത്ത പ്രപഞ്ചത്തിൽ അതിൻ്റെ വ്യവസ്ഥ തെറ്റിക്കുകയാണ് കൊളീഷൻസ്, അതിൻ്റെ വ്യവസ്ഥ തെറ്റിക്കുകയാണ് ഉൽക്കകൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ വ്യവസ്ഥയിൽ പെട്ടത് തന്നെയാണ് ആണോ അല്ലേ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അവിടെയാണ് അത് വ്യവസ്ഥ എന്താണെന്ന് അറിയാതെ വ്യവസ്ഥ തെറ്റിക്കുകയാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഡിനോസറുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയില്ലേ? ഡിനോസറുകൾ എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ഒരു വ്യവസ്ഥയായിരിക്കാം അവിടെ ആ ഉൽക്കകൾ വന്നതും അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നൊരു കാര്യം നടക്കണം, അതിനുള്ളൊരു വ്യവസ്ഥയായിരിക്കാം ആ കൊളീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊളീഷൻസ് ആ വ്യവസ്ഥയുടെ പുറത്താണ് എന്ന് പറയാൻ നമുക്ക് കൃത്യമായി വ്യവസ്ഥ എന്താണെന്ന് അറിയണം. മനുഷ്യരെന്ന നിലക്ക് വ്യവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റൻഷൻസ്, ആരെങ്കിലും ഇൻറ്റൻറ്റ് ചെയ്ത് ചെയ്യാണോ അല്ലേ എന്നുള്ളത് അറിയാതെ ഇത് വ്യവസ്ഥ തെറ്റിക്കുകയാണെന്ന് പറയാൻ നമുക്ക് യാതൊരു യുക്തിയുമില്ല. രണ്ടാമത്തത്, നമ്മൾ ലോസ് പറയുമ്പോൾ അതെല്ലാം വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ്. വ്യവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ ലോസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ആ വ്യവസ്ഥ എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് സയൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞതുപോലെ ലോസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് മീൻസ് ദർ ഇസ് എ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലോസിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് അറിവിൻ്റെ പ്രയോഗം എന്ന്, അറിവ് നേടാൻ സയൻസ് അറിവിൻ്റെ പ്രയോഗം എങ്ങനെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിസ്ഡം ആണെന്നുള്ളത്. അതിനാണ് നമ്മളും പറയുന്നത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് സയൻസിൽ നിന്ന് കിട്ടും. അത് ഏറ്റവും നന്നായി കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് സയൻസ്, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ആ അറിവിൻ്റെ പ്രയോഗത്തെക്കുറിച്ച് ദ നീഡ്സ് ടു ബി എ സം വാല്യൂസ്. ആ വാല്യൂസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ള അൾട്ടിമേറ്റ്ലി നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്. അല്ലാതെ സയൻസിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടുന്നു, അത് നല്ല അറിവാണ്, അല്ലെങ്കിൽ അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ഇതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ആ വാല്യൂസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അതിൻ്റെ ബേസ് എവിടെയാണ്, ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ചർച്ച എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, സയൻസ് എന്ന അറിവിൻ്റെ മാർഗത്തെ നമ്മൾ സ്വീകരിച്ചാൽ ദൈവമില്ല എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. അതൊരിക്കലും ശരിയായൊരു സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സയൻസ് എപ്പോഴും വിശദീകരിക്കുന്നത് പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെക്കുറിച്ചാണ്. പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. എംപിരിക്കലായി നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിനെ കുറിച്ച് മാത്രമാണ് സയൻസ് ഡീൽ ചെയ്യുന്നത്. ആ സയൻസ് ഒരിക്കലും പ്രപഞ്ചാതീതനായിട്ടുള്ള ഒരു സട്ടാവിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ആ സട്ടാവ് ഉണ്ടെന്നോ ഇല്ലാന്നോ, ദൈവം ഉണ്ടോ ഇല്ലേ, അത് മെറ്റാഫിസിക്സാണ്. അതൊരിക്കലും സയൻസിൻ്റെ മേഖലയല്ല. അതുകൊണ്ട് സയൻസിലൂടെ നമുക്കൊരിക്കലും ദൈവം ഇല്ല എന്ന് മനസ്സിലാവുകയില്ല. ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സയൻസിൻ്റെ മേഖലയല്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് ബയോളജിയിൽ ബയോളജി പഠിച്ചാൽ നമുക്ക് ആറ്റംസ് ഇല്ല എന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ബയോളജി പറഞ്ഞാൽ ലൈഫ്, ലിവിങ് തിങ്സ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ്. ആറ്റംസ് എന്ന് പറയുന്നത് വേറൊരു ഒരു രീതിയാണ്, അല്ലെങ്കിൽ വേറൊരു മേഖലയാണ്. ആറ്റംസിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു ഫിസിക്സിലേക്കും കെമിസ്ട്രിയിലേക്കും പോകേണ്ടി വരും. ആ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് ആറ്റത്തെക്കുറിച്ച് മനസ്സിലാവും. പക്ഷേ ബയോളജി നമുക്കത് നേരിട്ട്, ബയോളജിയിൽ നമ്മൾ ആറ്റംസിനെ കുറിച്ച് പഠിക്കുന്നില്ല. അപ്പോൾ ആ ബയോളജി അതിൽ ലിമിറ്റഡ് ആണ്. അതേപോലെ സയൻസ് ഈസ് ലിമിറ്റഡ് ടു എംപിരിക്കൽ നോളജ്. എംപിരിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ലിമിറ്റഡ് ആണ് സയൻസ്. അതിലൊരിക്കലും അതിൻ്റെ പുറത്തുള്ള ദൈവം ഉണ്ടോ ഇല്ലേ, ആ ദൈവം ഏതാണ്, ഇതൊന്നും നമുക്ക് സയൻസിലൂടെ മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഉള്ള ഒരു കാര്യം, ഫിലോസഫിയുടെ പ്രശ്നം. നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ഫിലോസഫി എടുക്കുക എന്നുള്ളതല്ല, ലോജിക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫിലോസഫിക്കലായിട്ടുള്ള, ഫിലോസഫി മീൻസ് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് യൂസ് ഓഫ് ലോജിക്, ദാറ്റ്സ് ഓൾ. അപ്പോൾ സ്ട്രക്ചേർഡായി ലോജിക് കുറച്ച് സർട്ടൺ റൂൾസ്, കോൺട്രഡിക്ഷൻ, ലോസ് ഓഫ് കോൺട്രഡിക്ഷൻ ഒക്കെ പോലെയുള്ള റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ലോജിക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ഏതെങ്കിലും ഒരു ഫിലോസഫി എടുക്കുക എന്നുള്ളതല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലറിനെ കുറിച്ചും സ്റ്റാലിനെ കുറിച്ചും പറഞ്ഞു. ആ ഹിറ്റ്ലറും സ്റ്റാലിനും ചെയ്യുന്നത് വ്യക്തിപരമാണ് എന്ന് പറഞ്ഞു. തീർച്ചയായും വ്യക്തിപരം തന്നെയാണ്. എന്നാൽ മതമുണ്ടായിരുന്നെങ്കിൽ അവരെ തടയുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു തടയും. മതം കൃത്യമായി ഫോളോ ചെയ്യുകയായിരുന്നെങ്കിൽ സ്റ്റാലിൻ ഒരിക്കലും കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദിയാകുമായിരുന്നില്ല. സ്റ്റാലിനെ അതിൽ നിന്നും തടയാൻ മതത്തിന് സാധിക്കുമായിരുന്നു. ഹിറ്റ്ലറെ, ജൂതന്മാരെയും അതുപോലെ തന്നെ വൈകല്യമുള്ളവരെയും കൂട്ടക്കൊല ചെയ്യുന്നതിൽ നിന്നും തടയാൻ മതത്തിന് സാധിക്കുമായിരുന്നു. മതത്തിന് ആ വാല്യൂസ് ഉണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. മതത്തിന് അത്തരം തെറ്റുകളിൽ നിന്നും തടയാൻ സാധിക്കും, നന്മകളിലേക്ക് നയിക്കാൻ സാധിക്കും. മതമില്ലായ്മക്ക് അത് പറ്റൂല. പിന്നെ പറഞ്ഞു ഇതൊക്കെ വ്യക്തിപരം മാത്രമാണ്, അതൊരിക്കലും ആശയത്തിലേക്ക് പിന്നെ ആട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഞാനതിനോട് യോജിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മുസ്ലിം ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ഇസ്ലാമിൻ്റെ പ്രശ്നം, എത്തീസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എത്തീസത്തിൻ്റെ പ്രശ്നം എന്ന നിലക്ക് ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ, ആദ്യത്തെ സംസാരത്തിൽ ഞാൻ പറഞ്ഞത് അതൊരു ഫ്ലോഡായ ആർഗ്യുമെൻ്റാണ്, അതൊരിക്കലും ഞാൻ പറയില്ല. എന്നാൽ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു,
ഒരു എത്തീസ്റ്റായ ഒരാളെ കൊണ്ട് ഇത് തടയിപ്പിക്കാൻ മതമില്ലാത്ത വാല്യൂസിന് കഴിയുന്നില്ല. അതാണ് പ്രശ്നം. മതമില്ലായ്മക്കൊരിക്കലും ഒരു സ്റ്റാലിൻ എന്ന് പറയുന്ന മതമില്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എത്തീസത്തിൻ്റെ ഏതെങ്കിലും ഫണ്ടമെൻ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാലിനെ ആ കൂട്ടക്കൊലയിൽ നിന്ന് തടയാൻ പറ്റുന്നില്ല. അൻവറോജയെ പിന്നെ കൂട്ടക്കൊലയിൽ നിന്ന് തടയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള പിന്നെ റൈറ്റ് വിങ് നാസ്തികരെ അതിൽ നിന്നും തടയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മിലിറ്റൻ്റ് എത്തീസ്റ്റുകളെ അത്തരത്തിലുള്ള വെറുപ്പ് പ്രചാരണത്തിൽ നിന്നും തടയാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പോയിന്റ്. മതത്തിനത് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ISISന് ലെറ്റർ അയക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരാണ്, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ്. കൃത്യമായ ബേസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് മാനവിക വിരുദ്ധമായ കാര്യമാണ് എന്നതിനപ്പുറത്ത് മതവിരുദ്ധമായ കാര്യമാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന നിരീശ്വരവാദ വിരുദ്ധ കാര്യമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അവിടെയാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. നിരീശ്വരവാദത്തിന് ഇത്തരം തെറ്റുകളിൽ നിന്നും തടയാൻ പറ്റില്ല. സ്റ്റാലിനോ മാവോയോ എൻവറോജയോ നിരീശ്വരവാദികളായതുകൊണ്ട് നിരീശ്വരവാദം മോശമാണ് എന്നതല്ല ഞാൻ പറഞ്ഞത്. നിരീശ്വരവാദത്തിന് ഹിറ്റ്ലറിനെയോ സ്റ്റാലിനെയോ മാവോയോ എൻവറോജയോ തടയാനുള്ള കഴിവില്ല. ഇതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പിന്നുള്ളത് പിന്നെ മതത്തിന് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ബയാസുകൾ ഉണ്ടാവും, അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. തീർച്ചയായും നമ്മൾ മനുഷ്യരാണ്, മനുഷ്യൻ്റെതായ ചില നേച്ചറുകൾ ഉണ്ടാവും. അപ്പോൾ അവന് ഇപ്പോൾ നിരീശ്വരവാദികൾക്ക് അവരുടെ സംഘടനകളും അതിനോടുള്ള ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ബയാസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ നേച്ചറുകളിൽ അതുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ആ മനുഷ്യൻ്റെ സബ്ജക്റ്റിവിറ്റിയെ ട്രാൻസെൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള വാല്യൂസ് വേണം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വലക്കത് കറംന ബനി ആദം. എല്ലാ മനുഷ്യരും ബനി ആദം എന്നാണ് പിന്നെ മനുഷ്യരെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ആദമിൻ്റെ സന്തതികൾ, ഒരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളാണ് നമ്മളെല്ലാവരും. ആ മക്കളായ നമ്മളെ എല്ലാവരെയും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഒരു വാല്യൂ ഒരിക്കലും നിരീശ്വരവാദത്തിൽ നമുക്ക് കിട്ടൂല, അല്ലെങ്കിൽ മതമില്ലായ്മയിൽ നമുക്ക് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ മതത്തിനെ പറ്റുള്ളൂ. ആ മനുഷ്യനൊരു വാല്യൂ കൊടുക്കുന്ന ഒരു ദർശനം അവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ യൂട്ടിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. യൂട്ടിലിറ്റിയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ഓക്കെ. യൂട്ടിലിറ്റിയെ പറ്റി പറയുമ്പോൾ തന്നെ ഈ മനുഷ്യനുള്ള യൂട്ടിലിറ്റി നമ്മൾ നോക്കുമ്പോൾ പോലും ഈ മതമില്ലായ്മയല്ല അവിടെ വരിക. ഇപ്പം മനുഷ്യന് സന്തോഷം നൽകുന്ന ആത്മഹത്യകളിൽ നിന്നും തടയുന്നത്, ആത്മഹത്യ ഏറ്റവും കുറവ് മതവിശ്വാസികളിലാണ്, ഡിപ്രഷൻ കുറവ് മതവിശ്വാസികളിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡീസ് നമുക്ക് കാണുമ്പം അവിടെ ഈ മതവിശ്വാസികളെ അത്തരത്തിലുള്ള മതവിശ്വാസികളിലാണ് അത് കൂടുതൽ എന്ന് നമ്മൾ കാണുമ്പോൾ ആ യൂട്ടിലിറ്റി വെച്ചിട്ട് പോലും നമുക്ക് മനുഷ്യന് ഗുണം പോലും മതമാണ്. മതമില്ലായ്മ പലപ്പോഴും ആ യൂട്ടിലിറ്റി അടക്കം ബാധിക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ വിദ്യാഭ്യാസത്തിലൂടെ വാല്യൂസ് എന്നുള്ള പോയിന്റ് കൂടി അഡ്രസ്സ് ചെയ്ത് അവസാനിപ്പിക്കാം. വിദ്യാഭ്യാസത്തിലൂടെ വാല്യൂസ് കിട്ടുന്നു. ഞാൻ പറയുന്നു പ്രദീപ് സാറിന് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ലവനായത് അദ്ദേഹത്തിന് കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല. ഇത് ഞാൻ പറയാൻ കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വളരെയധികം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് വെറുപ്പ് പ്രചാരണത്തിൽ, അതുപോലെ തന്നെ ജാതീയതയിൽ ഒക്കെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന വലിയ IIT പ്രൊഫസേഴ്സിനെയും വലിയ വലിയ ആളുകളെയും നമ്മൾ കാണുകയാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ഒരിക്കലും അവരെ നല്ലതാക്കിയിട്ടില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസത്തിലൂടെയല്ല, അതിനപ്പുറത്തേക്കുള്ള ചില വാല്യൂസ് വേണം. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം നേടിയതുകൊണ്ട്, പിന്നെ ആറ്റംസിനെ കുറിച്ച് പഠിച്ചതുകൊണ്ട്, പിന്നെ ഭൂമിയെക്കുറിച്ച് പഠിച്ചതുകൊണ്ട്, ചന്ദ്രനെക്കുറിച്ച് പഠിച്ചതുകൊണ്ടൊന്നും മനുഷ്യൻ നന്നാവില്ല. മനുഷ്യൻ നന്നാവണമെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ചില വാല്യൂസ് വേണം എന്നുള്ളതാണ്. അത് മതത്തിലൂടെയാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും നല്ല രൂപത്തിൽ കിട്ടുക. മതമില്ലാത്ത ഒരാൾക്കും വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ഇൻബിൽട്ട് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത വാല്യൂസും ഉണ്ട്. മതത്തിലൂടെയാണ് ഏറ്റവും നന്നായി അത് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ. ഇപ്പം രണ്ടാം റൗണ്ടിൽ പ്രജീഷ് സാറിന് ഇനി പ്രതികരണം അറിയിക്കാം. 7 മിനിറ്റാണ് സമയം എടുക്കുക. ഇതിൽ എന്തായാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട്, ബേസിലിവിടെ പറഞ്ഞാൽ ചില സെൽഫ് കോൺട്രാഡിക്ഷൻസ് ഞാൻ കണ്ടു. അതായത് ഇപ്പോൾ ഇഗ്നോറൻസ്, അതായത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഈ മാസ് എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളിഷൻസ്, ഇതിന് ഇപ്പോൾ ഇത് എങ്ങനെയാണ്? അപ്പം ഇത് നമുക്കറിയില്ല, ഇഗ്നോറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ദൈവം ഉണ്ടാക്കി എന്നതിന് തെളിവായില്ലല്ലോ. അതായത് ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് തെളിവായില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവമല്ല എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്നതിന് തെളിവില്ല എന്നുള്ളതാണ് അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഈ ഫിസിക്സും ബയോളജിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇത് ഇൻറ്റേർണലൈസ് ചെയ്യുക എന്ന് പറയുമല്ലോ. നമ്മൾ ഈ ചുമ്മാ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ ഇൻറ്റേർണലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൂപ്പർ പവർ വാട്ട് എവർ ബീറ്റ് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയതല്ല എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴും ഞാൻ പറയുന്നു, ഇത് സോഴ്സ് ഓഫ് നോളജ് നിങ്ങൾ എന്തിന് എടുക്കുന്നു അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊക്കെ ദൈവവിശ്വാസവും ഇല്ലായ്മയൊക്കെ ഇരിക്കുന്ന എന്നുള്ളതിൻ്റെ ബേസിക് പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞാൽ നിർത്താം. അതായത് ഇപ്പം മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു
സങ്കേതമുണ്ട്. ഇപ്പോൾ മാസ് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡിയിൽ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അന്തരാളത്തിലുള്ള അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് ഇപ്പം ഈ പ്രപഞ്ചത്തിന് വെളിയിൽ വേറൊരു പ്രപഞ്ചം ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇനിയും ഒരു 150 മുതൽ 200 വർഷം വേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു സയൻസിൻ്റെ വളർച്ചയും സാങ്കേതിക വളർച്ചയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി അത് മനസ്സിലാക്കാൻ ഒരു 150-200 വർഷം വേണ്ടി വരും. അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിലോസഫിക്കൽ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ നമുക്ക് അറിഞ്ഞ കാര്യങ്ങളെക്കാട്ടിയും കൂടുതലാണ് അറിയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെയാണ്. അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ചർച്ചയെല്ലാം വന്ന് നിൽക്കുന്നത് ഇപ്പോൾ അറിവിൻ്റെ സോഴ്സിനെ നിങ്ങൾ ഏതായിട്ട് എടുക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ ഈ ഫിലോസഫിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഫിലോസഫി എന്ന് പറയുമ്പോൾ പലർക്കും ഇതൊരു ഒരു കൊളോക്കിയലായിട്ട് പറയുന്നത് ചപ്പടാച്ചി അടിക്കുക എന്ന് പറയും. അതായത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എന്ത് പറഞ്ഞു, കാരണം ഫിലോസഫിയുടെ ഒരു പ്രശ്നം അതാണ്, എന്ത് പറഞ്ഞാൽ അത് ഫിലോസഫിയായിട്ട് മാറും എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ അക്കാഡമിക്കലി നോക്കുമ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് 2 തരത്തിലാണ് പറയുന്നത്. ഒന്ന് കോണ്ടിനെൻ്റൽ ഫിലോസഫിയും ഒന്ന് അനലിറ്റിക്കൽ ഫിലോസഫി. കോണ്ടിനെൻ്റൽ ഫിലോസഫി എന്ന് പറയുന്നതാണ് ഈ ബേസിക്കലി മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട അസ്തിത്വ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇപ്പം ജീവൻ, ജീവൻ, മരണാനന്തര ജീവിതം, നീതി, അങ്ങനെയുള്ള കുറച്ച് അസ്തിത്വപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കോണ്ടിനെൻ്റൽ ഫിലോസഫിയിൽ അക്കാഡമിക്കലി ഡീൽ ചെയ്യുന്നത്. പക്ഷേ കോണ്ടിനെൻ്റൽ ഫിലോസഫിയിൽ ബേസിക്കലി പിന്നെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്ന സാധനം, ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അപ്പോൾ അത് എന്ന് പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ ആൾറെഡി സയൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ജീവൻ, എന്താണ് മരണം, പിന്നീട് എപ്പോഴാണ് മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഈ കോണ്ടിനെൻ്റൽ ഫിലോസഫിയുടെ തിയറിയായിട്ട് ചേർന്ന് പോകുന്നതല്ല. പിന്നെ ഉള്ളത് ജീവിതത്തിൻ്റെ അർത്ഥമാണ്. അതും ഈ പറഞ്ഞ പോലെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം അത് കാലദേശത്തിനനുസരിച്ച് മാറുന്ന, വ്യക്തികളനുസരിച്ച് മാറുന്ന ഒരു സാധനമാണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അർത്ഥമെന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ജീവിതത്തെ കാണുന്നതും ബേസിൽ ജീവിതത്തെ കാണുന്നതും ഹിലാൽ കാണുന്നതൊക്കെ വളരെ വ്യത്യാസപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം. അപ്പോൾ ചിലർ കോമൺ ആയിട്ട് ചില അർത്ഥങ്ങൾ കാണും, ചിലർ അർത്ഥമേ കാണില്ല, അർത്ഥമില്ലായ്മയായിരിക്കും ജീവിതത്തിൻ്റെ അർത്ഥം. അങ്ങനെ പല കോണ്ടന്റ് അതിനായിട്ട് പറഞ്ഞത്. അനലിറ്റിക്കൽ ഫിലോസഫിയിൽ ഈ പറഞ്ഞ പോലെ മെറ്റാഫിസിക്സ്, ലോജിക്, റീസണിങ്, അതായത് ഇപ്പം മനുഷ്യനെ തൂക്കിക്കൊല്ലണോ വേണ്ടയോ എന്നുള്ളത് സയൻസ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് എത്തിക്കൽ ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ എത്തിക്സ് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ എത്തിക്സിൻ്റെ ഫോർഗ്രൗണ്ട്, അതായത് എത്തിക്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് റിലീജിയൻ തരുന്നു, റിലീജിയനെ തരാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അത് പ്രശ്നം. അങ്ങനെയാണ് എങ്കിൽ റിലീജിയൻ തരാൻ പറ്റുമെങ്കിൽ റിലീജിയൻ്റെ പേരിൽ ആരും തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ ബേസിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു റിലീജിയൻ്റെ പേരിൽ ഇവിടെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന പ്രശ്നം, റിലീജിയൻ്റെ പേര് തെറ്റ് ചെയ്യുമ്പോൾ റിലീജിയനിലുള്ള ആൾക്കാർ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ സ്റ്റാലിൻ എത്തീസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം സ്റ്റാലിൻ ആയാലും ഹിറ്റ്ലർ ആയാലും അവരൊന്നും എത്തീസ്റ്റുകളെന്ന് പറഞ്ഞാലും അവരൊരു എത്തീസ്റ്റ് രാജ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല ഉണ്ടായിരുന്നു. അവരുടെ ഫ്ലോയിഡ് കൺസെപ്റ്റാണ്. അത് എത്തീസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് പറഞ്ഞോ ഇല്ലേ എന്നൊക്കെ ഉള്ളതിൻ്റെ അകത്ത് അതെല്ലാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ അടിസ്ഥാനപരമായ സോഷ്യോ പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക്കലായിട്ടുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളും ആ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെ, അതിൻ്റെ മനസ്സിലാക്കാതെ ഉള്ള ഈ പുറത്തുള്ള ചർച്ചകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മതഗ്രന്ഥം എടുത്ത് വെച്ചിട്ട് ബാക്കി ആ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെ മതം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെയുള്ള വിമർശനം നടത്തുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അതാണ് വലിയൊരു പ്രശ്നം. അതുകൊണ്ട് ഇപ്പം മതം പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമിൽ എന്തൊക്കെ മൂല്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാലും ഇസ്ലാമിൻ്റെ പേരിൽ ഒരാൾ തെറ്റ് ചെയ്യാൻ ഇസ്ലാം അതിന് തടയുന്നില്ല. കാരണം ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേര് വാട്ട് എവർ ബി ദ റിലീജിയൻ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു റിലീജിയൻ, ഏത് റിലീജിയൻ ആയാലും ആ റിലീജിയൻ അവരെ തടയുന്നില്ല ആ തെറ്റ് ചെയ്യാനായിട്ട്, തെറ്റ് ചെയ്യരുത് എന്ന് തടയുന്നില്ല. പക്ഷേ അതേസമയം യുക്തിവാദി ആയാലും അവർക്ക് ഈ ധാർമ്മികത ഇല്ലെന്ന് പറഞ്ഞാലും ഒരു യുക്തിവാദി തടയുന്നുണ്ട്. കാരണം അത് യുക്തിവാദി തീരുമാനിക്കുന്നുണ്ട് സഹായിക്കണം, അത് എല്ലാവർക്കും തുല്യത, അപ്പം ഞാൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും കിട്ടണം എന്നൊരു യുക്തിവാദിയായി ഞാൻ വിചാരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ചിന്ത. അപ്പോൾ അതിന് തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു റിലീജിയൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡിയോളജിയുടെ ആവശ്യം വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ പിന്നെ 2 കാര്യങ്ങൾ, സൂയിസൈഡും ഡിപ്രഷനും. അത് ഒന്നാമത്തെ കാര്യം, ഈ ഒരു മോഡേൺ സൊസൈറ്റി ആകുമ്പോഴത്തേക്കും അവിടെ ഡേറ്റ വളരെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഒരിതുണ്ട്. അതായത് അപ്പം എന്തുകൊണ്ട് സൂയിസൈഡ് ഉണ്ടാകും, ഒരു വ്യക്തിക്ക് മതമില്ലാത്തത് കൊണ്ട് മാത്രം അയാൾ സൂയിസൈഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പല കാരണങ്ങളുണ്ട്. ഡിപ്രഷൻ, അത് പല റീസൺസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ സയൻറ്റിഫിക്കലി അത് കണ്ടെത്താൻ ശ്രമിക്കുക, അത് പരിഹരിക്കുക. പിന്നെ ചിലർ സോഷ്യോളജിക്കൽ റീസൺ കൊണ്ട് സൂയിസൈഡ് ചെയ്യും, ചിലർ ഒരു റീസണും ഇല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് റീസൺ ഇല്ലാതെ സൂയിസൈഡ് ചെയ്യും. പക്ഷേ അതൊക്കെ സയൻറ്റിഫിക്കലി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നീട് മീൻകറിയിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയെ ഒരു ഭർത്താവ് തല്ലിക്കൊന്നു. അപ്പോൾ ഇതൊക്കെ ഇത് റീസൺ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ ചില സയൻറ്റിഫിക് റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടെത്താൻ ഇവിടുത്തെ ആ വീട്ടുകാരോ അവരോ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ മീൻകറിയിൽ ഉപ്പ് വരാ എന്ന് പറഞ്ഞാൽ ഭാര്യ തല്ലിക്കൊന്നു എന്ന് പറയുന്നത്. പക്ഷേ അതിന് പിന്നിൽ സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായ ചില വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെത്താൻ അവർക്ക് സമയത്ത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ആ ഭാര്യ അവിടെ കൊല്ലപ്പെട്ടത്. പക്ഷേ അപ്പോൾ നമ്മൾ മീൻകറി ഉപ്പ് വരാത്തല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്ന പോലെ ഡിപ്രഷനും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ പല രാജ്യങ്ങളും, ഇപ്പോൾ ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇപ്പോൾ അവർ
ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് ഇങ്ങനെ ചില പ്രത്യേക സമയങ്ങളിൽ സൂയിസൈഡ് കൂടുന്നു എന്ന് കണ്ടിട്ട് അവരതിനെ പരിഹരിക്കാൻ, ഇപ്പോൾ ഡിപ്രഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ സ്ഥലങ്ങളൊന്നും ഞാൻ പറയാൻ പറ്റില്ല, അത് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരെന്ന് ഞാൻ പറയാം. ചില പലയിടങ്ങളിലും ഈ മതവിശ്വാസികൾ പല പ്രശ്നങ്ങളും ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ അവരതിന് പിന്നീട് എന്താണ് ഇപ്പോൾ സൂയിസൈഡ് ആയാലും അതായാലും പലതും കണക്കുകൾ പുറത്തു വിടുന്നില്ല, കണക്കുകൾ പുറത്തു വരാത്ത കേസുകളുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൊമസ്റ്റിക് വയലൻസ് വരുമ്പോൾ അത് പ്രത്യേക ഒരു മതവിശ്വാസി, അത് ഏത് ഇന്ന മതമൊന്നുമില്ല, ഏത് മതമായാലും അവരത് മതത്തിൻ്റെ ഇതിലിട്ടല്ല വരുന്നത്, അവരെ വരുമ്പോഴത്തേ അവിടെ കണക്കുകളില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു സാധനം കുറവാണ് എന്നത് അത് പ്രൂവ് ചെയ്യുന്നില്ല. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ കണക്കുകൾ കൃത്യമല്ല. ഇപ്പം ചില രാജ്യങ്ങളിൽ ആത്മഹത്യ നിരക്ക് കുറഞ്ഞിരിക്കുന്നു, മതവിശ്വാസത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് കണക്കുകൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിൽ വിഷയം അതല്ലാത്ത കൂടുതൽ പോകുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കേവലമായി അക്കാഡമിക് എഡ്യൂക്കേഷൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് സോഷ്യൽ എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ എനിക്ക് പിന്നീട് ഞാനൊരു കടുത്ത ഇസ്ലാം ഫോബായിരുന്നു. എൻ്റെ 2011 മാർച്ച് തൊട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരാളാണ് ഞാൻ. അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്ന് മാത്രമല്ല എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്കടക്കം ഞാനൊരു അത്ഭുതമാണ്. കാരണം ഞാൻ അന്ന് കടുത്ത ഇസ്ലാം ഫോബായിരുന്നു 2015 വരെ. ഇപ്പോൾ ഒരു തമാശ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു അനുഭവം പറയാം. 2015 ഞാൻ നമ്മൾ ഈ ഫേസ്ബുക്ക് മെമ്മറീസിൽ വരുമല്ലോ, പഴയ പോസ്റ്റുകൾ വരും. അപ്പോൾ ഞാൻ 2015 എഴുതിയ എൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ ഇട്ടിട്ടപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് അവിടെ ഷെയർ ചെയ്തു. അപ്പോൾ അത് ആ ഗ്രൂപ്പിലുള്ള എന്നോട് സാഹോദര്യമുള്ള ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ അത് വിശ്വസിച്ചില്ല, അതെന്തോ കള്ളമാണ് എന്നാണ് അവർ കരുതിയത്. കാരണം അവർക്ക് എൻ്റെ മുൻ പ്രതീക്ഷ അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എഴുതി തന്നെയാണ്, പക്ഷേ ഇത് ഡേറ്റ് ശ്രദ്ധിക്കുക, ആ ഡേറ്റ് 2015 എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മാറും. അപ്പോൾ അങ്ങനെ മറന്ന് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ സാഹോദര്യം എന്നൊരു സാധനം ഇല്ലാത്തതാണ് പ്രശ്നം. അതായത് ഒന്ന് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തോ മോറൽ ഹൈഗ്രൗണ്ട് ഉണ്ടെന്ന് അവർ കരുതുന്നു, അതല്ല മതവിശ്വാസികൾക്ക് എന്തോ ഒരു മറ്റവരെക്കാളും ധാർമ്മിക നമുക്ക് കൊണ്ടുവന്ന് അവർ കരുതുന്നു. ഇത് ഈ ചർച്ചകളൊന്നും തന്നെ തുല്യമായിട്ടല്ല നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് മതവിശ്വാസികളുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് സാഹോദര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ വിശ്വാസികൾ തന്നെ എന്നെ പറ്റിച്ചിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ ചീത്ത വിളിച്ചിട്ടുണ്ട്, വളരെ സാഹോദര്യമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. അതേസമയത്ത് ആ മതവിശ്വാസി ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആ മതവിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, കുറേ പേര് അവരെ സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് എൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, മതത്തിനോ ഒന്നും അങ്ങനെ ഒരു ധാർമ്മികത ആവാൻ പറ്റില്ല, മനുഷ്യൻ സ്വയം വിചാരിക്കും ധാർമ്മികത. അപ്പോൾ എന്താണ് ഈ ധാർമ്മികത എന്നുള്ളതും ഈ കാലദേശത്തിനനുസരിച്ച് മാറുന്ന സാധനമാണ്, അത് പ്രത്യേകിച്ച് ഇതില്ല. പിന്നെ നിങ്ങൾ നിൽക്കുന്ന സോഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളതും ഒരു പ്രധാനമാണ്. തുല്യതയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. പുരോഗതി എന്നാൽ എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. ആധുനികത എന്താണെന്നുള്ളത് എല്ലാം ഡെഫിനിഷൻസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് എല്ലാം സോഷ്യൽ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ അറിവിൻ്റെ സോഴ്സായി സയൻസിനെ കാണുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ബാക്കിയെല്ലാം തന്നെ ഈ നിങ്ങൾ നിൽക്കുന്ന സോഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇരുഭാഗത്തുള്ള ആളുകളും 2-3 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. സൗഹാർദ്ദപരമായിട്ടുള്ള ആശയ സംവാദമാണ്, സ്വാഭാവികമാണ്. എന്തായാലും നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. അതിന് ബാസിലിനെ ക്ഷണിക്കുകയാണ്. 5 മിനിറ്റാണ് സമയം. ഓക്കെ, ഇതിൽ ഒന്നാമതായി പറഞ്ഞത് ഞാൻ പറയാത്തൊരു കാര്യമാണ് മനസ്സിലാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഉൽക്ക അതുപോലെ തന്നെ കൊളീഷൻസ് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയില്ല, നമ്മുടെ അറിവിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ട് അതെ പ്രപഞ്ചത്തെക്കുറിച്ചും മൊത്തം അറിയില്ല എന്നുള്ളത് കൊണ്ട് അത് ദൈവമാണ് സൃഷ്ടിച്ചത് എന്നതല്ല എൻ്റെ ആർഗ്യുമെൻറ്റ്. ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ വ്യവസ്ഥ പൂർണ്ണമായി അറിയില്ല. അപ്പോൾ താങ്കളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഇവിടെ ഉൽക്ക ഉണ്ട്, അതുപോലെ തന്നെ കൊളീഷൻസ് ഉണ്ട്, ഡിനോസറുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. ആ എക്സ്റ്റിങ്ക്റ്റ് ആയത് ഈ ഇവിടെ ഒരു വ്യവസ്ഥ ഇല്ല, ക്രമമില്ല എന്നുള്ളതിന് തെളിവായിട്ടാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ക്രമമാണ് എന്താണെന്ന് അറിഞ്ഞാലേ ക്രമരാഹിത്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ ക്രമത്തെ പൂർണ്ണമായി നമുക്കറിയില്ല, ഇത് മാത്രമാണ്. അല്ലാതെ ഡിനോസറുകൾ എക്സ്റ്റിൻറ്റ് ആയി അല്ലെങ്കിൽ ഉൽക്ക വന്നു അതുകൊണ്ട് ദൈവമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് അത് ക്രമമാണോ ക്രമരാഹിത്യമാണോ എന്ന് അറിയണമെങ്കിൽ ക്രമം പൂർണ്ണമായി നമുക്ക് മനസ്സിലാവണം. അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ അറിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ക്രമരാഹിത്യമാണെന്ന് പറയാനുള്ള തെളിവല്ല. അപ്പോൾ നമുക്ക് പലതും പരിശോധിച്ച് നോക്കുമ്പോൾ ഡിനോസറുകളുടെ എക്സ്റ്റിൻഷൻ എന്തുകൊണ്ടാണ് അതിന് ശേഷമുള്ള ലൈഫിന് ഫേവറബിളായ രൂപത്തിൽ ഡിനോസറിൻ്റെ എക്സ്റ്റൻഷൻ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു വേള അത് ഒരു ക്രമമാണ് നമുക്ക് വേണമെങ്കിൽ വാദിക്കാൻ സാധിക്കും. ആ ക്രമം ഏതാണെന്ന് പൂർണ്ണമായി അറിയാത്തിടത്തോളം കാലം രണ്ട് പൊസിഷനും അവിടെ ഈക്വൽ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ പിന്നെ എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സയൻസിൻ്റെ അപ്പുറത്തുള്ള എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. അവിടെയാണ് നമ്മുടെ മൊത്തം സംസാരത്തിൻ്റെ ഒരു കാമ്പ് അവിടെയാണ് കിടക്കുന്നത്. ആ എത്തിക്സ് എവിടെ നിന്ന് വരും? ആ എത്തിക്സ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ സബ്ജക്റ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എന്തും ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ പോയിന്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോയിന്റിനെ മനസ്സിലാക്കിയതിൽ ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, റിലീജിയനിലുള്ളവർ തന്നെ ഇപ്പോൾ ISIS ആണെങ്കിലും അൽഖായിദിനെ ആണെങ്കിലും ഒക്കെ റിലീജിയനിലുള്ളവർ തന്നെ എതിർക്കുന്നു.
നിരീശ്വരവാദികൾ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല എൻ്റെ ആർഗ്യുമെൻറ്റ്. എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ റിലീജിയൻ്റെ മൊറാലിറ്റി വെച്ച് തന്നെ ഒബ്ജക്റ്റീവ്ലി അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പിന്നെ ISIS പിന്നെ നിരപരാധികളെ കൊല്ലുന്നു. ആ കൊല്ലുന്നത് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട്, ഖുർആനും ഹദീസും വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിലീജിയസ് ഫ്രെയിം വർക്കിൽ നിന്ന് തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. ബട്ട് എത്തീസ്റ്റുകൾ ചെയ്യുന്നതിനെ അങ്ങനെ എത്തീസം കൊണ്ടോ എത്തീസ്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ അവർ പറയുന്ന ആ അടിസ്ഥാനങ്ങൾ കൊണ്ടോ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റൂല. അതിനൊരു ബേസ് ഇല്ല. അതാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരാൾ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ആ തെറ്റ് ചെയ്യുന്ന ആളെ തടയാനോ നന്മ ചെയ്യിപ്പിക്കാനോ എന്ത് ചെയ്യാൻ പറ്റൂല, നിരീശ്വരവാദത്തിനോ മതമില്ലായ്മയോ കഴിയില്ല. താങ്കൾ തന്നെ പറഞ്ഞു ഈ പിന്നെ ശരി തെറ്റുകൾ എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് മാറുന്നതാണ്, ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. അതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഈ സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്റ്റാലിൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടാലും ശരി, ഞാൻ പറഞ്ഞ നല്ല യൂട്ടിലിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് നല്ലതെന്നാണ് താങ്കൾ പറഞ്ഞ അതേ ബേസ് വെച്ചിട്ടാണ് സ്റ്റാലിൻ ചിന്തിക്കുന്നത്. താങ്കൾ സ്റ്റാലിനെ പോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞ ബേസ് ഉണ്ടല്ലോ, നല്ല യൂട്ടിലിറ്റി, നല്ല പിന്നെ സുഖപ്രദമായ ഒരു ലോകം, ആ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാലിൻ ഇൻഡിവിജ്വലി സബ്ജക്റ്റീവ്ലി ആലോചിച്ചത്, ചിന്തിച്ചത്, അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അതിൽ നിന്നും തടയാൻ നിരീശ്വരവാദ മൊറാലിറ്റിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ അതേ സമയത്ത് മുഹമ്മദ് നബിൻ്റെ കാലഘട്ടത്തിലാകട്ടെ, അതിനുശേഷമുള്ളതാകട്ടെ, 21-ാം നൂറ്റാണ്ടിലാകട്ടെ, ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്യുമ്പോൾ, മുസ്ലിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു മുസ്ലിം തെറ്റ് ചെയ്യുമ്പോൾ ആ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട് തന്നെ, മതത്തിൻ്റെ ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട് തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. നിരീശ്വരവാദത്തിന് അത് പറ്റൂല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ക്ലാരിറ്റി ഇല്ല, അതൊന്നുകൂടി വ്യക്തമാക്കാനാണ് ചോദിക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരിൽ തെറ്റ് ചെയ്യുന്നത് ഇസ്ലാം തടയാൻ പറ്റൂല എന്ന് പറഞ്ഞു, യുക്തിവാദി ചെയ്യുന്നത് തടയാൻ പറ്റും എന്ന് പറയുന്നു. അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഞാൻ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ കേട്ടതിൽ തെറ്റിയതായിരിക്കാം. ഇസ്ലാമിൻ്റെ പേരിലാകട്ടെ ഇസ്ലാമിൻ്റെ പേരിലല്ലാതെ ആകട്ടെ ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്ലി തെറ്റാണെന്ന് പറയാൻ ഇസ്ലാമിൽ എന്തുണ്ട്, ബേസ് ഉണ്ട്. യുക്തിവാദത്തിൽ അതില്ല എന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾ നന്മകൾ ചെയ്യുന്നുണ്ട്, തീർച്ചയായും താങ്കൾ നല്ലൊരു മനസ്സുള്ള ഒരാളാണ്, നല്ല നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത് താങ്കളുടെ നേച്ചറിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ താങ്കൾക്ക് മതമില്ലായ്മ നൽകുന്ന ഒരു വാല്യൂസ് അല്ല അത്. എന്നാൽ ഞാനിനി ഒരു ബൈ നേച്ചർ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എന്നെക്കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ എൻ്റെ മതത്തിന് പറ്റും. താങ്കൾ ഇനി ഒരു മോശക്കാരനാണ്, ഇപ്പോൾ താങ്കൾ മുമ്പ് ഇസ്ലാമോഫോബായിരുന്നു എന്ന് പറഞ്ഞു, ആ ഇസ്ലാമോഫോബിയയിൽ നിന്നും താങ്കളെ മാറ്റിയത് മതമില്ലായ്മയല്ല. അതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ അങ്ങേറ്റം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന നിരീശ്വരവാദികളെ നമുക്ക് കാണാൻ പറ്റും. ആ നിരീശ്വരവാദികളെ അവരുടെ നിരീശ്വരവാദമോ മതമില്ലായ്മയോ തടയുന്നില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം എന്ന് ജബ്ബാറിന് എഴുതാൻ പറ്റുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി നിരീശ്വരവാദി ആയിക്കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കോയകൾ എന്ന് വിളിക്കാൻ പിന്നെ ഇവിടെയുള്ള പിന്നെ ആളുകൾക്ക് അങ്ങനെ വിളിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അങ്ങനെ പല രൂപത്തിൽ വംശീയമായി അതടക്കം അധിക്ഷേപിക്കാൻ നിരീശ്വരവാദികൾക്ക് പറ്റുന്നുണ്ട്. അവരുടെ നിരീശ്വരവാദം ബേസിക്കലി അതിനെ തടയുന്നില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത്, താങ്കൾ ഇസ്ലാമോഫോബായിരുന്നു, അതിൽ നിന്ന് മാറിയത് അതിൻ്റെ പുറത്തുനിന്നുള്ള നിരീശ്വരവാദത്തിൻ്റെയോ അല്ലെങ്കിൽ മതരാഹിത്യത്തിൻ്റെയോ പുറത്തുനിന്നുള്ള കുറേ വാല്യൂസ് വെച്ചിട്ടാണ്. അല്ലാതെ ഒരിക്കലും മതരാഹിത്യം താങ്കളെ ഇസ്ലാമോഫോബിൽ നിന്നും ഒരു ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റാക്കി മാറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. പിന്നെ എഡ്യൂക്കേഷൻ അക്കാദമിക്കും ഉണ്ട്, സോഷ്യലും ഉണ്ട്. പിന്നെ ആ സോഷ്യൽ എഡ്യൂക്കേഷനാണ് വേണ്ടത്. തീർച്ചയായും സോഷ്യൽ എഡ്യൂക്കേഷൻ വേണം. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എഡ്യൂക്കേഷനാണ് വാല്യൂസ് നൽകുന്നത് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. എഡ്യൂക്കേഷൻ കൊണ്ട് പലപ്പോഴും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വൃത്തികെട്ട രൂപത്തിൽ ജീവിക്കുന്നതും പെരുമാറുന്നതും നമ്മൾ കാണുന്നു. അവിടെ ചില വാല്യൂസ് വേണം. ഞാൻ പറയുന്നത് ഈ മതത്തിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള വാല്യൂസും ഇല്ല, മതമില്ലാത്ത എല്ലാവരും വൃത്തികെട്ട ആൾക്കാർ, ആ ഒരു ആർഗ്യുമെൻ്റേ അല്ല. മതത്തിൻ്റേതായ വാല്യൂസ് ഇവിടെ പൊതുസമൂഹത്തിലും ലയിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ തുല്യത, ജസ്റ്റിസ് പോലെയുള്ള കാര്യങ്ങൾ പോലും മതത്തിൽ നിന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അടക്കം വരുന്നത്. നമുക്ക് പല കോൺസ്റ്റിറ്റ്യൂഷനുകളും എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് ആശയങ്ങൾ സ്വീകരിച്ചെന്ന് നോക്കിയാൽ മതമൂല്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റികളായിട്ട് പോലും മാറുന്നത്. തീർച്ചയായും ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ അതാണ് ആവശ്യം. പക്ഷേ അതൊക്കെ മതത്തിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് മതത്തിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ മതരാഹിത്യത്തിന് കഴിയില്ല. ഒരു നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ മതരാഹിത്യത്തിന് കഴിയില്ല. ഒരു തെറ്റിൽ ചെയ്യുന്നത് തടയാൻ മതത്തിന് കഴിയും, നന്മ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ മതത്തിന് കഴിയും. ഓക്കെ, മൂന്നാമത്തെ റൗണ്ടിൽ പ്രദീപ് സാറിന് പറയാം. 5 മിനിറ്റ്. അല്ല, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിബറലിസം എന്നൊരു സാധനമുണ്ട്. അതായത് ലിബറലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലിബറൽ ആയിരിക്കുക എന്ന് പറയും. പക്ഷേ ഈ ലിബറൽസിൻ്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് ബാസിലിനെ കൊല്ലുക എന്നുള്ളതും എൻ്റെ ലിബറൽ ഫ്രീഡത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ ബാസിൽ ഹിലാലിനെ കൊല്ലുക എന്നുള്ളതും
പ്രകടമായിട്ടും. അങ്ങനെ പറയുമ്പോൾ മനുഷ്യർ പരസ്പരം വെട്ടിയും കുത്തിയും ചാവും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ലിബറലിസത്തെ ലിമിറ്റ് ചെയ്യുന്ന സാധനം. അവിടെയാണ് ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 പ്രകാരം എന്ത് അസംബന്ധവും പ്രചരിപ്പിക്കാനും അത് ശരിയാണെന്ന് വാദിക്കാനുമുള്ള ഫ്രീഡം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു പൊതുമര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അതിപ്പം മതരഹിതരായാലും മതവിശ്വാസിയായാലും ആ ഒരു റൈറ്റ് ടു കോൺഷ്യസ്നെസ് ആയാലും റൈറ്റ് ടു ബിലീഫ് ആയാലും അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പബ്ലിക് മൊറാലിറ്റി, പബ്ലിക് ഓർഡർ എന്നൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ലിബറലിസം അതുകൊണ്ട് തന്നെ ലിബറലിസത്തെ ലിമിറ്റ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ ബാസിൽ പറഞ്ഞ പോലെ ഇപ്പോൾ EA ജബ്ബാർ പറഞ്ഞ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം തീരും എന്ന് പറയുന്നതിന് ഞാനടക്കം ആൻറ്റി ഇസ്ലാമോബിക് പൊസിഷൻസ് ഉള്ള യുക്തിവാദികൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് മോറൽ ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഞാൻ ചോദ്യം ചെയ്തത്, ഏത് റിലീജിയസ് വാല്യൂ വെച്ചിട്ടായിരിക്കും ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് ബാസിൽ വ്യക്തമാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എത്തീസ്റ്റ് റോങ് ഡൂയിങ്സ് വരുമ്പോൾ എത്തീസ്റ്റുകൾ, പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ആൻ എത്തീസ്റ്റ്. ഞാൻ എന്നെ സ്വയം ഒരു എത്തീസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എന്നെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റാഷണലിസ്റ്റായിട്ടാണ്. അത് യുക്തിവാദമാണ്. യുക്തിവാദം ഒരു ജ്ഞാനാധിഷ്ഠിത നിലപാടാണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് സയൻസാണ്, അറിവിൻ്റെ മാർഗ്ഗം എന്നുള്ളൊരു ജ്ഞാനാധിഷ്ഠിത നിലപാടാണ് റാഷണലിസം. പിന്നെ ബാക്കി ഈ അറിവിൻ്റെ പ്രയോഗമാണ് എത്തിക്സ്, മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നാസ്തികനായാലും യുക്തിവാദി ആയാലും തെറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ തെറ്റെന്ന് പറയാൻ എന്നെ അത് പ്രേരിപ്പിക്കുന്നുണ്ട്, തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്ത് മൂല്യമാണ് ഞാനപ്പം എന്ത് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം നിങ്ങൾ പറയുമ്പോൾ അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെൻ്റെ ഈ ഫിത്ര എന്ന് പറയുന്ന അതായത് മനുഷ്യരുടെ പ്രകൃതി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് മതത്തിനും ഇത് ബാധകമായിട്ട് വരും. അതായത് മതം അങ്ങനെയാണെങ്കിൽ മതം തെറ്റ് ചെയ്യുമ്പോൾ മതം ഉത്തരവാദിത്വം പറയേണ്ടി വരും, മതം ചെയ്യുന്നതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം ഇതെല്ലാം ബേസ് വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ അറിവിൻ്റെ സോഴ്സായിട്ട് എന്തിനു എടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തി അനുഭവം, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് വായിക്കുക, ചർച്ച നടത്തുക, അപ്പോൾ അങ്ങനെയിലൂടെ നമ്മൾ അറിവ് നേടുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയാൻ ഉള്ളൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആയിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവമാണ് ഉണ്ടാക്കിയെന്നതിനും നമുക്ക് പറയാൻ പറ്റില്ല. അതേ വാദം വെച്ചിട്ടാണെങ്കിൽ ദൈവം അല്ല ഉണ്ടാക്കുന്ന, അതായത് പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവമല്ല ഇത് ഉണ്ടാക്കുന്ന ആയാലും ഇതായാലും തിരിച്ചും മറിച്ചുമൊക്കെ വാദിക്കാൻ പറ്റുക. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അറിവ് നേടാൻ സയൻസ് എന്ന ടൂൾ ഉപയോഗിക്കുക. പിന്നെ അതറിഞ്ഞ് ബാക്കി ഈ പറയുന്ന നമ്മൾ എത്തിക്സാണ്, അതായത് എത്തിക്സ് ഇവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ കോറ് ഇരിക്കുന്നതെല്ലാം തന്നെ ഈ എത്തിക്സിൻ്റെ കോറ് ഇവിടെ. അപ്പോൾ അവിടെയാണ് മതം വേണോ വേണ്ടോ എന്നുള്ള ചോദ്യം. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മതമെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യരായതുകൊണ്ട് തന്നെ മനുഷ്യരിൽ അടിസ്ഥാന പ്രകൃതി ഉള്ളതുകൊണ്ട് തന്നെ ആ നന്മ എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു 100 പേരിൽ 97 പേരും നമ്മളെ സഹായിക്കുന്നവരാണ്, സഹോദരമുള്ളവരാണ്. ബാക്കി 3 പേരാണ് ഈ പറയുന്ന ഒരു സഹോദരം ഇല്ലാത്ത എതിര്. അതിപ്പോൾ മതവിശ്വാസിയായാലും അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ നമ്മൾ ഒരു യുക്തിവാദി ആയിരുന്നാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ജനാധിപത്യപരമായി പെരുമാറാനുള്ള ഒരു ഇത് വരും. കാരണം മതത്തിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമാകുമ്പോൾ കുറേ സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലത്ത് വരുമ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ധരിച്ചു വരണം, ചില പ്രത്യേക സ്ഥലത്ത് ചില പ്രത്യേക സമയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അവിടെ പോകാതിരിക്കാനായി റിലീജിയസ് മോറൽസ് നമ്മളെ തടയുന്നു. അപ്പോൾ അങ്ങനെയുള്ള അത് ഫ്രീഡം കുറയ്ക്കുന്നു, മനുഷ്യരുടെ ഫ്രീഡം കുറയ്ക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ അതേ സമയത്ത് അതായത് ഫ്രീഡം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അതായത് വേറൊരു വ്യക്തിയുടെ അവകാശത്തെ തടയാത്തത് പോലും, അതായത് ഒരു വ്യക്തിയുടെ സ്വയം പ്രകൃതിയുള്ള ഒരു ഇഷ്ടത്തെ പോലും മതം തടയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ മതത്തിന് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും മതം ഉണ്ടാക്കിയത് മനുഷ്യരായതുകൊണ്ട് തന്നെ, മനുഷ്യർക്ക് വാല്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ മതത്തിന് നമുക്ക് വാല്യൂസ് പറയാൻ പറ്റും. പക്ഷേ മതത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, മതം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നു, മനുഷ്യരെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പിന്നെ മതത്തിൻ്റെ ബേസ് നിൽക്കുന്നത് ചില അന്ധവിശ്വാസങ്ങളാണ്. ഇപ്പോൾ ദൈവവിശ്വാസം അല്ലെങ്കിൽ വിധിവിശ്വാസം, പുനർജന്മ വിശ്വാസം, അങ്ങനെയുള്ള ചില അശാസ്ത്രീയ സാമൂഹിക അസംബന്ധങ്ങളാണ് ഈ മതത്തിൻ്റെ കെട്ട് ഇരിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് എൻ്റെ അത് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഖണ്ഡനവുമായി ബന്ധപ്പെട്ട അവസാനത്തെ അവസരത്തിലേക്കാണ് അടുത്തായിട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ ബാസിലിന് 5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ EA ജബ്ബാറിൻ്റെ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതിന് പ്രദീപ് സാർ എടുത്തിട്ടുണ്ട്. അത് ഏത് റിലീജിയസ് വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറയുന്നത് ഒരു മതവിശ്വാസിക്ക് മാത്രമേ വാല്യൂസ് ഉണ്ടാവുള്ളൂ എന്നുള്ള പൊസിഷൻ ഞാൻ എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, ശുദ്ധമായ പ്രകൃതിയുണ്ട്. ആ ശുദ്ധ പ്രകൃതി പറയുന്നത് നന്മയുള്ള പ്രകൃതമാണ്. അത് പ്രദീപ് സാറിനും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ശുദ്ധ പ്രകൃതിയുണ്ട്. അതായത് കുറച്ച് നന്മകൾ അടങ്ങുന്ന ഒരു പ്രകൃതം എല്ലാവർക്കും ഉണ്ട്.
പ്രതീക്ഷാറിനുണ്ട്, എനിക്കുണ്ട്. ആ പ്രകൃതത്തിൽ നിന്നും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. മനുഷ്യൻ എന്ത് ചെയ്യും? ആ പ്രകൃതത്തിൽ നിന്ന്, അതായത് ഈ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ജബ്ബാർ പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു വംശീയമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നതാണ് നമ്മുടെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് വരുന്നൊരു റിഫ്ലക്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ജബ്ബാർ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്, അതുകൊണ്ടാണല്ലോ അതിനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ശുദ്ധപ്രകൃതിയിൽ നിന്ന് തെറ്റാനും ചാൻസ് ഉണ്ട്, അതിനനുസരിച്ച് ജീവിക്കാനും ചാൻസ് ഉണ്ട്. എൻ്റെ പോയിന്റ് ഇതാണ്, ആ ശുദ്ധപ്രകൃതിയിൽ നിന്നും ഒരാൾ തെറ്റിപ്പോയാൽ ആ തെറ്റിയതിൽ നിന്ന് തിരിച്ചല്ല, അത് ഒരു വംശീയമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കാൻ മതത്തിനൊരു ബേസ് ഉണ്ട്. നിരീശ്വരവാദത്തിന് അതില്ല. അതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഫിത്രയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയുള്ള പ്രകൃതത്തിൽ നിന്നും മനുഷ്യൻ തെറ്റിപ്പോയാൽ ആ തെറ്റിൽ നിന്നും മനുഷ്യനെ പിറകോട്ട് വലിക്കാൻ മതത്തിന് ബേസ് ഉണ്ട്, നിരീശ്വരവാദത്തിനില്ല. ഇതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ പ്രതീഷ് സാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിരീശ്വരവാദിയായിക്കൊണ്ട് അത് തടഞ്ഞില്ലേ എന്നുള്ളത്. അവിടെയാണ് പറയുന്നത്, പ്രതീഷ് സാറിൻ്റെ ആ ഒരു ശുദ്ധപ്രകൃതി ഇപ്പോൾ ആ റൈറ്റ് വേയിലാണ്. ആ റൈറ്റ് വേയിൽ പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാർ പല ആളുകളും മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ നന്മ ചെയ്യുന്നത്. ഇത് മതമില്ലാത്ത ഒരാൾ നന്മ ചെയ്യുന്നത് എന്ത് ചെയ്യും? ആ പ്രകൃതത്തിനനുസരിച്ച് പോകും. ഇനി അഥവാ തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ, ജബ്ബാർ പോസ്റ്റ് ഇടാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നും തടയാൻ എന്തില്ല? മതമില്ലായ്മക്ക് ഒരു ബേസ് ഇല്ല. ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ മതം പിന്നെ ഒരു ജനാധിപത്യം ഇതാക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ജനാധിപത്യം എന്നുള്ളതിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചു എല്ലാവരെയും വാല്യൂ വെക്കുക എന്നുള്ളതാണെങ്കിൽ അത് മതത്തിന് അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? അവരുടേതായ വാല്യൂ. പിന്നെ വലഖദ് കറംനാ ബനി ആദം, എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്കുള്ള ചില ഒരു ഫിലോസഫിക്കൽ പൊസിഷൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മതത്തിന് അതിൽ യോജിക്കുന്നതും വിയോജിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിക് സൊസൈറ്റികളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂതന്മാർ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച ഒരു സൊസൈറ്റി എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക് ഖിലാഫത്തിന് കീഴിലാണ്. എല്ലായിടത്തുനിന്നും ജൂതന്മാരെ ആട്ടി ഓടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഏറ്റവും നന്നായി ജൂതന്മാരും ക്രൈസ്തവരും മുസ്ലിങ്ങളും കോ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ്, ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ദാറ്റ് മീൻസ് കോ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് അതിൻ്റെ ഒരു വാല്യൂ ആയിട്ട് തന്നെ എന്തുണ്ട്? കോ എക്സിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും മതം അതിൽ നിന്നും തടയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചില സ്ഥലങ്ങളിൽ പോകാൻ മതം തടയുന്നു, ചില വസ്ത്രങ്ങൾ ധരിക്കാൻ മതം തടയുന്നു, എങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത ചില കാര്യങ്ങളിൽ നിന്ന് പോലും തടയുന്നു. അവിടെയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് തിന്മ, ഉപദ്രവം ഉണ്ടാക്കാത്തത് തിന്മയല്ല എന്നത് യഥാർത്ഥത്തിൽ ഒരു ലിബറലിസത്തിൻ്റെ മോറൽ ഫ്രെയിംവർക്കാണ്. മതവിശ്വാസികൾ അതല്ല എടുക്കുന്നത്. മതവിശ്വാസികൾ എടുക്കുന്നത് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുകയോ ഇല്ല എന്നുള്ളത് നമ്മുടെ ചിന്തക്കും അപ്പുറത്താണ്, നമ്മൾ ആലോചിക്കുന്നതിനും അപ്പുറത്താണ് ഉപദ്രവം ഉപകാരം എന്നുള്ളതൊക്കെ. ആ ഉപദ്രവം ഉപകാരം എന്നുള്ളത് പൂർണ്ണമായി അറിയുന്നത് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. ആ ദൈവം പറയുന്നതിന് സമർപ്പിക്കുക എന്നുള്ളതാണ് മതവിശ്വാസത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത്. പിന്നെ എവിടെ പോകുന്നത് തടയാണ് മതത്തിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എവിടെ പോകുന്നതാണ് മതം തടയുക? ഇപ്പോൾ ഒരു വ്യഭിചാരശാലയിലേക്ക് പോകുന്നത് ചിലപ്പോൾ മതം തടയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു അക്രമം നടത്താൻ പോകുന്നത് ഒരുപക്ഷെ മതം തടയുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നുണ്ടാവും. തീർച്ചയായും തടയേണ്ടതാണ്. അത് വാല്യൂ ബേസ്ഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ചില വസ്ത്രങ്ങൾ ചില സ്ഥലത്ത് ധരിച്ചത് കൊണ്ട് എന്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കാര്യമായിട്ട് എന്താണ് അതിൽ പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്. മതം മനുഷ്യനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും ശരിയാണ്. തെറ്റുകളിൽ നിന്നും മതം മനുഷ്യനെ ലിമിറ്റ് ചെയ്യുന്നു. നിരീശ്വരവാദം മനുഷ്യനെ തെറ്റുകളിൽ നിന്നും ലിമിറ്റ് ചെയ്യുന്നില്ല, തടയുന്നില്ല. പിന്നെ മതത്തിൻ്റെ ബേസ് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു. അത് തീർച്ചയായും ഒരു റാഷണലിസ്റ്റ് എന്ന അല്ലെങ്കിൽ ഒരു യുക്തിവാദ പൊസിഷനിൽ നോക്കുമ്പോൾ തീർച്ചയായും ഒരു അന്ധവിശ്വാസമാണ്. പക്ഷേ അത് അന്ധവിശ്വാസമാണോ എന്നുള്ളത് ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം എന്നുള്ളതാണ്. അവിടെ പ്രപഞ്ചം പഠിച്ചാൽ പിന്നെ അത് ദൈവം ഉണ്ടെന്നും ഇല്ലയെന്നും പറയാൻ പറ്റില്ല. പ്രപഞ്ചം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയോ ഇല്ലേ എന്നുള്ളത് ദൈവാസ്തിത്വമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭ്യമായ അറിവ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചേർഡ് യൂസ് ഓഫ് ലോജിക്കിലൂടെ ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആർഗ്യുമെൻറ്റുകളുണ്ട്. അതിനുള്ള സമയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നേരത്തെ വീണ്ടും ആവർത്തിച്ചൊരു കാര്യം, സയൻസ് പഠിച്ചാൽ ദൈവം ഇല്ല എന്ന് മനസ്സിലാകും എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. സയൻസ് പഠിച്ചാൽ പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്യുന്നേ മനസ്സിലാവുള്ളൂ. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിനപ്പുറത്തുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ് ഡിഫറൻ്റ്ലി. ഓക്കെ, അടുത്തത് ഈ ഖണ്ഡനത്തിൻ്റെ അവസാനത്തെ അവസരമാണ്. ഇതിൽ ഇദ്ദേഹം ബേസിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഈ ഒന്ന് ബേസിൽ ഇവിടെ യുക്തിവാദം എന്നൊരു വാക്ക് അധികം ഉപയോഗിച്ച് കാണില്ല. എപ്പോഴും നാസ്തികത എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിലെനിക്കൊരു വിയോജിപ്പുണ്ട്. യുക്തിവാദം കാരണം ഞാൻ യുക്തിവാദമായിട്ടാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പറയണം. അപ്പോൾ അവിടെ യുക്തിവാദത്തിൻ്റെ ഒരു സോഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഹ്യൂമനിസമാണ്, മാനവികതയാണ്.
അപ്പോൾ സ്വാഭാവികമായി മാനവികമായ ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരാൾ ഇപ്പം അത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇ എ ജബ്ബാറിൻ്റെ പേര് പറഞ്ഞു എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ല ഞാൻ വിമർശിക്കുന്നത്. അത് അങ്ങനെ അതൊരു ഇ എ ജബ്ബാറിൻ്റെ മാത്രം വാദമല്ല. അപ്പോൾ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം തീരുമെന്ന് പറയുന്നൊരു കേവലമായ ഒരു ഇ എ ജബ്ബാർ വാദമൊന്നുമല്ല. അപ്പോൾ അത് പൊതുവിലുള്ളൊരു വാദമാണ്. പൊതുവെ ഒരുപാട് ആൾക്കാർ പങ്കുവച്ചിട്ടുള്ള ന്യായമാണ്. അപ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ ഒരു ഹ്യൂമനിസ്റ്റായി എനിക്ക് പറ്റും. അതിന് റിലീജിയസ് ബേസിസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീജിയൻ്റെ പരിമിതി കിടക്കുന്നത് അവിടെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഗ്രൂപ്പിൽ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ടെൻഡൻസി മതവിശ്വാസികൾ കാണിക്കും. അപ്പോൾ അത് സ്വാഭാവികമായി ഇതേ ന്യായം ചില നാസ്തികരും കാണിക്കുന്നുണ്ട്, ചില യുക്തിവാദം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബ്രോഡർ സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെ തിന്മ ചെയ്യാനായിട്ട് മതം തടയുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ തടയുന്നില്ല. കാര്യം അതായത് ഇപ്പോൾ ഒരു നാസ്തികനായ ഒരു വ്യക്തിയെ ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന മറ്റൊരു നാസ്തികൻ ഇരിക്കുമ്പോൾ തന്നെ മതവിശ്വാസി അതിൽ ഉളുപ്പില്ലാതെ മതവിശ്വാസി ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിലൊരു വേറൊരു മെയിൻ പോയിന്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ ഇതെല്ലാം ഡെഫിനിഷൻ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു മതസമൂഹമാണോ നല്ലത്, അല്ലെ ഇന്ന സമൂഹത്തിൽ ഇരുന്നപ്പോഴാണോ ഇവരെല്ലാം സന്തോഷിച്ചതെന്ന് പറയണമെങ്കിൽ എന്താണ് ആധുനികത, എന്താണ് പുരോഗതി, എന്താണ് മാനവികത എന്നെല്ലാം കൃത്യമായ ഡെഫിനിഷൻസ് വേണം. ഇതെല്ലാം തന്നെ ഇവിടെ ഈ ഒരു ലിമിറ്റഡ് സ്പേസിൽ ലിമിറ്റഡ് ടൈമിൽ നടക്കുന്ന ചർച്ചകളല്ല എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ വേറെ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാര്യം ഞാൻ എൻ്റെ ലോജിക്ക് റീസണിങ് എന്ന് പറയുന്നത് റാഷണൽ ബേസിസിലാണ്. ബേസിൻ്റെ റീസണിങ് ലോജിക്കല്ല, റിലീജിയസ് ബേസിസിലാണ്. അപ്പോൾ നമ്മൾ ഇനി എത്രയൊക്കെ നമ്മൾ ഈ നൂറ്റാണ്ട് മുഴുവൻ ഇരുന്ന് ചർച്ച നടത്തിയാലും നമ്മുടെ ലോജിക്കും റീസണിങ് ബേസിസ് വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചർച്ച പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക, നമുക്ക് സംസാരിക്കാൻ പറ്റുക, ഇരിക്കാൻ പറ്റുക, ഒരുമിച്ചിരിക്കാൻ പറ്റുക, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാൻ പറ്റുക, ഇതൊക്കെയാണ് ഞാൻ അതിനെ കാണുന്ന മാനവികത. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾ വിശ്വാസിയാണോ അല്ലയോ, അതല്ല നമ്മുടെ അടുപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങൾ, അതൊന്നും അല്ല എന്നുള്ളതാണ് അതിൻ്റെ അത്ര കാര്യം. പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ അത് നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് കുറച്ചൊന്ന് വ്യതിചലിക്കേണ്ടി വരും. എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പം മതവിശ്വാസികൾ അതിപ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ പറഞ്ഞുകൊണ്ട് ഉയർത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ അത് ഏത് മതമായാലും ഈ വസ്ത്രധാരണം, അതായത് ഇപ്പം സ്ത്രീകളുടെ വസ്ത്രധാരണം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ, പക്ഷേ ലിബറലിസം ആകുമ്പോൾ അല്ലെങ്കിൽ ലിബറൽ ലോജിക്കൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമനിസം, കാരണം ലിബറലിസത്തിൻ്റെ ബേസ് ഹ്യൂമനിസമാണ്. അപ്പോൾ ആ ഹ്യൂമനിസ്റ്റിക് ലോജിക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഫിസിക്കൽ മൂവ്മെൻറ്റിനെ തടയാത്ത രീതിയിലുള്ള വസ്ത്രധാരണം അടിക്കാൻ നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലിബറൽ ആൻഡ് ഒരു ഹ്യൂമനിസ്റ്റിക് സൊസൈറ്റിയിലായിരിക്കും എപ്പോഴും മനുഷ്യർ കുറച്ചുകൂടി സ്വാതന്ത്ര്യവും സുഖവും അനുഭവിക്കുന്ന എപ്പോഴും ലിബറൽ റാഷണൽ സൊസൈറ്റി തന്നെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം റാഷണലിസ്റ്റുകൾ തെറ്റ് ചെയ്യുള്ളൂ, മതവിശ്വാസികൾ തെറ്റേ ചെയ്യുള്ളൂ, അങ്ങനെയല്ല അതിൻ്റെ പോയിന്റ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പൊതുവെ നോക്കുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് എപ്പോഴും മതമില്ലാത്ത ഒരു ലിബറലായിട്ടിരിക്കുന്ന ഒരു സ്പേസിൽ എപ്പോഴും നമ്മൾ ഇരിക്കാനായിരിക്കും കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യവും സുഖവും സന്തോഷവും ഉണ്ടാകുന്നതാണ് എനിക്ക് എൻ്റെ അകത്ത് പറയാനുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ വാദങ്ങളിൽ അതൊരു ഖണ്ഡനവാദം പറയും. അപ്പോൾ അത് ചർച്ച ചെയ്താൽ മുന്നോട്ട് പോകും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചർച്ചകൾ തുടരട്ടെ, ജനാധിപത്യം പുലരട്ടെ, സാഹോദര്യം നിറയട്ടെ. ഓക്കെ, അപ്പോൾ 4 റൗണ്ടുകളും വാദങ്ങളും പ്രതിവാദങ്ങളുമാണ് ഇരുഭാഗത്തുള്ള ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി നമ്മൾ ചർച്ചയുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. പിന്നെ 10 വീതം മിനിറ്റുകളാണുള്ളത്. ഒന്നാമതായിട്ട് കൺക്ലൂഷന് വേണ്ടി പ്രതീഷ് സാറിന് സംസാരിക്കാം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തൊരു വിഷയം ഇപ്പം മനുഷ്യന് മതം വേണോ വേണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു മതരഹിത സമൂഹങ്ങളിൽ കുറച്ചുകൂടി സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും ഉള്ളതായിട്ട് കാണാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പലപ്പോഴും നമ്മുടെ ഈ ചർച്ചകളൊക്കെ തന്നെ മതം വേണോ വേണ്ടോ എന്നുള്ള ചർച്ച നിൽക്കുന്നത് പലപ്പോഴും ഇതിൻ്റെ അടിസ്ഥാനപരമായ സാമൂഹിക പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള ചർച്ചകൾ നടക്കുന്നതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ചർച്ച എങ്ങും എത്താത്തത്. അപ്പോൾ ആത്യന്തികമായി ഒരു സമൂഹത്തിൻ്റെ അസമത്വങ്ങൾ, തുല്യതയില്ലായ്മകൾ, സാമൂഹിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ അത് മതരഹിത സമൂഹമാകുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിച്ച് വരുന്ന സമൂഹം കുറച്ചുകൂടി ലിബറലായിരിക്കും, സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷേ ഈ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാൽ മതസമൂഹം വരുമ്പോൾ അവിടെ എല്ലാം ലിമിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ മൂവ്മെൻറ്റുകൾ തടയപ്പെടുന്നു. ചില വ്യക്തികൾ ചില ഗ്രൂപ്പിൽ ഇരിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ അവകാശങ്ങൾ തടയപ്പെടുന്നു. അങ്ങനെയുള്ള തടയപ്പെടലുകൾ ഒരു മതസമൂഹത്തിൽ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഒരു ലിബറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ അത് അബ്സല്യൂട്ട് ലിബറലിസത്തിലേക്ക് പോകുന്ന പോലെ പലരും ബാധിക്കാറുണ്ട്. അത് അങ്ങനെയല്ല. ലിബറലിസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിബറലിസം ലിമിറ്റ് ചെയ്യും. കാരണം ഫ്രീഡം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 25 നമ്മൾ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പൊതുമര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് തന്നെയാലും, അത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആയാലും ഫ്രീഡം ഓഫ് ബിലീഫ് ആയാലും അത് ചില മര്യാദകൾ കാണിക്കേണ്ടത്. അതൊരു വേറൊരു വ്യക്തിയുടെ സിംപ്ലി പറയുകയാണെങ്കിൽ ഓവർലി സിംപ്ലിഫൈ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബേസിലിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മതവിശ്വാസി ആയാലും അല്ലെങ്കിലും അത് പരസ്പരം ഒരുമിച്ചിരിക്കാനും
സാഹോദര്യത്തോടെ പെരുമാറാനൊക്കെ കഴിയും. എങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ലിബറൽ, ഒരു റാഷണൽ, ഹ്യൂമനിസ്റ്റിക് സൊസൈറ്റി തന്നെയാണ് ഒരു റിലീജിയസ് ആയിട്ടുള്ള, വളരെ അട്ടർലി റിലീജിയസ് ആയിട്ടുള്ള സൊസൈറ്റിക്കാളും ബെറ്റർ എന്നുള്ളത്. ഇപ്പം ഈവൻ 97% കൂടുതൽ മതവിശ്വാസികളുള്ള രാജ്യത്തും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്കുലറായിരിക്കുന്നത് കൊണ്ട് ആ രാജ്യം മുന്നോട്ടാണ് പോകുന്നത്. ഈ മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ഇതെല്ലാം ഡിഫൈൻ ചെയ്യണം. കാരണം പലപ്പോഴും എന്താണ് ആധുനികത, എന്താണ് പുരോഗതി എന്നുള്ളത് പലർക്കും പലതാണ്. അപ്പം ചിലതായിരിക്കും, ചിലർക്ക് മനുഷ്യാവകാശമായിരിക്കും പുരോഗതി, ചിലർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ആയിരിക്കും പുരോഗതി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ പല ഡെഫിനിഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും, എപ്പോഴും ഒരു ലിബറൽ ഹ്യൂമനിസ്റ്റ് സൊസൈറ്റിയിലായിരിക്കും ഒരു റിലീജിയസ് സൊസൈറ്റിയെക്കാളും കുറച്ച് കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തായി കൺക്ലൂഷന് വേണ്ടി ബാസിലിന്. ഇവിടെ വളരെ നല്ലൊരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതം വേണോ മനുഷ്യന് എന്നുള്ളതായിരുന്നു നമ്മുടെ പിന്നെ ചർച്ചയുടെ മൊത്തത്തിലുള്ളൊരു തീമെന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഉന്നയിച്ച വാദങ്ങളിലൂടെ നമ്മൾ മൊത്തം ചർച്ച ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലോജിക്കലി ദൈവമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, അവൻ പ്രവാചകരിലൂടെ റെവലേഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, ഇറ്റ്സ് ലോജിക്കൽ ടു ഫോളോ ദാറ്റ് വേ എന്നുള്ളതാണ് ഞാൻ ലോജിക്കലി പറഞ്ഞിട്ടുള്ളത്. അതിന് തീർച്ചയായും ദൈവാസ്തിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, അത് ബോധ്യപ്പെടണം എന്നുള്ളത് തീർച്ചയായും വേണ്ടതാണ്. പക്ഷേ ആ ആലോചനകളിലേക്ക് നമ്മൾ കടക്കണം എന്നുള്ളത് മാത്രമാണ് അതിലെൻ്റെ പോയിന്റ്. ദൈവമുണ്ടോ ഇല്ലേ, അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആർഗ്യുമെൻറ്റുകൾ വരും. അത് ക്രമമുണ്ടോ ഇല്ലേ, ക്രമമുണ്ടെങ്കിൽ തീർച്ചയായും ക്രമം വരുത്തിയത് ഒരാൾ എന്ന രൂപത്തിലേക്ക് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പോകാം. ക്രമമുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചകളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. തീർച്ചയായും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്, ഇത് കേൾക്കുന്ന ആളുകൾ ആ അന്വേഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂവിലെടുക്കണം. പല ആൾക്കാരും അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ല, അതൊന്നും എൻ്റെ വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ വിഷയമാണ്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന, നമ്മുടെ വേൾഡ് വ്യൂ എന്താവണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ദൈവമുണ്ടോ ഇല്ലേ, ദൈവം പിന്നെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ വിഷയമാണ്. അത് പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളത് മാത്രമാണ് അതിൽ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. പിന്നെ എപ്പിസ്റ്റമോളജിക്കലി സയൻസ് മാത്രമാണ് അറിവിൻ്റെ മാർഗം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ചർച്ചയിലൂടെ ഏകദേശം നമുക്ക് ഒരു പരസ്പരം അഗ്രി ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ഏറ്റവും നല്ല രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സയൻസിന് കഴിയും. അത് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ലൊരു ടൂളാണ് സയൻസ് എന്നുള്ളതും നമ്മൾ അഗ്രി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും പറഞ്ഞു, സയൻസ് വാല്യൂ ന്യൂട്രലാണ്. സയൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് വാല്യൂസ് പറയില്ല. വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യണം, ബിയോണ്ട് സയൻസ് പോകണം എന്നുള്ളത് നമ്മൾ രണ്ടുപേരും അംഗീകരിച്ച് കഴിഞ്ഞു. ആ ബിയോണ്ട് സയൻസ്, ആ വാല്യൂസ് കിട്ടാനുള്ള മാർഗ്ഗം ഏത്, ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ മൊത്തത്തിലുള്ള ചർച്ചയുടെ രാഗത്തുക എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം റാഷണലിസ്റ്റാണ്, അദ്ദേഹം ഹ്യൂമനിസ്റ്റാണ്, മാനവികതയാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും മാനവികതയും തുല്യതയും എന്നുള്ളതൊക്കെ അതാണ് ശരി. പക്ഷേ ആ മാനവികത എന്നൊരു ഹ്യൂമണിസം എന്ന് പറയുന്ന ഒരു ഇസത്തിലേക്ക് പോകുമ്പോൾ അത് മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെതായ പരിമിതികൾ ആ ഒരു ഇസത്തിലുണ്ടാകും. മനുഷ്യൻ്റെതായ പരിമിതികൾ ലിബറലിസത്തിലുണ്ടാകും. ആ ഇസങ്ങൾ, മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യ നിർമ്മിതമായ ഇസങ്ങളിൽ മനുഷ്യൻ്റെ പരിമിതികൾ ഉണ്ടാകും. നമ്മൾ പറയുന്നു, ആ പരിമിതികളില്ലാത്ത ദൈവത്തിൽ നിന്ന് ഒരു ദർശനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും പൂർണ്ണമായത്. മറ്റേത് മനുഷ്യൻ്റെ പരിമിതികളുള്ള ദർശനങ്ങളായിരിക്കും എന്നുള്ളതാണ്. മാനവികത എന്ന് പറയുമ്പോൾ, തുല്യത എന്ന് പറയുമ്പോൾ ഒക്കെ ഒരു റാഷണലിസ്റ്റ് വിചാരിക്കുന്ന ആ ചിന്ത ഉണ്ടല്ലോ, അത് മതവിശ്വാസത്തിൽ ഓൾറെഡി ഉണ്ട്. എല്ലാവരും സ്പിരിച്വലി ഈക്വലാണ്, ആണും പെണ്ണും ഒക്കെ സ്പിരിച്വലി ഈക്വലാണ്. എന്നാൽ അതേ സമയത്ത് പ്രാവർത്തികമായ തലങ്ങളിൽ വരുമ്പോൾ എന്തുണ്ട്, ഡിഫറൻസസ് ഷുഡ് ബി ട്രീറ്റഡ് ഡിഫറൻ്റ്ലി എന്ന് മതം പറയുന്നു. അതല്ല ഈക്വലി എന്ന് പറയുന്നവരുണ്ട്, ഈക്വൽ ഔട്ട്കംസിന് വേണ്ടി പറയുന്നു. അതൊക്കെ വേറെ ഡിഫറൻസസ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആണും പെണ്ണും മനുഷ്യരെന്ന നിലക്ക് തുല്യരാണ് എന്ന് പറയുന്നത് മതത്തിൻ്റെ വാല്യൂ ആണ്. ആ മതത്തിൻ്റെ വാല്യൂ പല രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യനിർമ്മിത ഇസങ്ങളിലേക്കും ഹ്യൂമനിസത്തിലേക്കൊക്കെ അവർ കടമെടുത്തിട്ടുണ്ട്. അത് മതത്തിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ അതിൽ പറയുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ റിലീജിയന് ഇൻ ഗ്രൂപ്പ് ആയിട്ടുള്ള ബയാസുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ന്യായീകരിക്കും. ഇപ്പോൾ ഇ എ ജബ്ബാറിൻ്റെ കേസ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, ഒരു നിരീശ്വരവാദി ആയിരിക്കെ തന്നെ എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞതിനെ പ്രതീസാർ എതിർത്തു. റിലീജിയൻ ഇൻ ഗ്രൂപ്പ് ബയാസ് ഉള്ളതുകൊണ്ട് അത് ന്യായീകരിക്കുമെന്ന് പറയുന്ന ഒരു മുൻധാരണയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുസ്ലിങ്ങൾ ചെയ്യുന്ന പല തെറ്റുകളെയും മുസ്ലിങ്ങളും എതിർക്കുന്നുണ്ട്. അതൊരിക്കലും ഇതിൻ്റെ ഒരു അല്ലല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ISIS നമ്മളെന്തുകൊണ്ട് എതിർക്കുന്നത്, ആ ഒരു കംപ്ലീറ്റ് ബയാസ് ആണെങ്കിൽ എനിക്ക് ISISനെ എതിർക്കാൻ പറ്റുമോ, അൽഖായിദിനെ എതിർക്കാൻ പറ്റുമോ, ബില്ലാദിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ബയാസുകൾ ഹ്യൂമൻ നേച്ചറിലുണ്ടാവും. പക്ഷേ ആ ഹ്യൂമൻ നേച്ചറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡിവിജ്വൽ സബ്ജക്റ്റീവ് ബയാസുകളെ ട്രാൻസെൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള വാല്യൂസ് ഇസ്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മതം പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ
അത് എന്ത് ചെയ്യുന്നില്ല, യുക്തിവാദം അല്ലെങ്കിൽ മതരാഹിത്യം അത് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകളും ആ രൂപത്തിൽ തന്നെ പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെറുപ്പുൽപാദനവുമായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഉള്ളത് സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യലി മതം ആവശ്യമാണ് എന്ന് പറഞ്ഞ പോയിന്റുകൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനത് മൊത്തത്തിൽ പറയാൻ കുറച്ച് സമയമാകുന്നുണ്ടെന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല. എന്നാലും പിന്നെ അൾട്ടിമേറ്റ്ലി സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ മതമില്ലാത്ത ഒരു ലിബറൽ സൊസൈറ്റി സ്വാതന്ത്ര്യവും സുഖവും സന്തോഷവും ഉള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെയാണ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം സുഖം സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അളക്കുക എന്നുള്ളിടത്ത് വലിയൊരു പ്രശ്നമുണ്ട്. അതിൽ സുഖവും സന്തോഷവും എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണുന്നത് സൂയിസൈഡ് റേറ്റ് കൂടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു അത് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണെന്ന്. അതിന് എന്ത് ബേസാണുള്ളതെന്ന് എനിക്കറിയില്ല. കാരണം വളരെ അട്ടേളി ഒരു പ്രശ്ന കലുഷിതമായിട്ടുള്ള റിലീജിയസ് സൊസൈറ്റികളിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന സൂയിസൈഡുകൾ വളരെ കുറവാണ്. സൂയിസൈഡുകൾ പിന്നെ നമുക്ക് ഡിപ്രഷനും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സയൊക്കെ നമുക്ക് വേണമെങ്കിൽ പുരോഗമന സൊസൈറ്റികളിൽ കൂടുതലാണെന്ന് പറയാം. പക്ഷേ സൂയിസൈഡുകൾ പൊതുവേ എന്ത് ചെയ്യാൻ പറ്റും, മരണങ്ങളായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൃത്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ ഇപ്പം മുമ്പ് രവിചന്ദ്രൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യല്ല, അദ്ദേഹം ഈ വിഷയം കൈകാര്യം ചെയ്ത് പറഞ്ഞു വെച്ചാൽ സിറിയ എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കംപ്ലീറ്റ്ലി കെയോസ് ഉള്ള ഒരു രാജ്യമായിരുന്നു, റിലീജിയസ് സൊസൈറ്റിയാണ്. സിറിയയിൽ സൂയിസൈഡ് കുറവാണ്, നോർവേയിൽ കൂടുതലാണ്. അപ്പോൾ അതിന് അദ്ദേഹം പിന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചെന്താ വെച്ചാൽ സിറിയയിൽ ആൾക്കാർ ജീവനും കൊണ്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കിട്ടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്നത് ഭയങ്കരമായ മോശം കാലാവസ്ഥയിലും സാഹചര്യത്തിലും ഉണ്ടായിട്ട് പോലും മതവിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഗാസയിൽ നമ്മൾ കാണുന്നു, അതിനപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. എന്നിട്ടും അവർ ഹസ്ബി അല്ല, എനിക്കെൻ്റെ അള്ളയുണ്ട്, എന്നെ സൃഷ്ടിച്ച സട്ടാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് അവർക്ക് മതമുള്ളത് കൊണ്ടാണ്. കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ ഒരു ഭൗതികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെപ്പോലെ തകർന്നൊരു ജീവിതം ഇല്ല, എന്നിട്ടും അവർക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് അത് മതത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ അത് മതമുള്ളത് കൊണ്ടാണോ സൂയിസൈഡ് കുറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു മതത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനുഷ്യന് ജീവിതത്തിനൊരു അർത്ഥം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് സൂയിസൈഡ് കുറയുന്നത്. അതേപോലെ തന്നെ ഡിപ്രഷൻ, ഇപ്പം എന്ത് സംഭവിച്ചാലും അതിന് ഒരു ഡിവൈനായിട്ടുള്ള ഒരു വിധി ഉണ്ട് എന്നൊരു വിശ്വാസമാണ് ഡിപ്രഷനുകളിൽ നിന്നും മനുഷ്യരെ തടയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് മതത്തിന് ആ രൂപത്തിൽ സുഖവും സന്തോഷവും കൂട്ടാൻ മതത്തിനാണ് കഴിയുക എന്നുള്ളത് ആ രൂപത്തിലാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മതരഹിത സമൂഹങ്ങളിൽ സന്തോഷവും സാഹചര്യം കൂടുതലാണ് എന്ന് പറയാൻ ഒരു പക്ഷേ ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു ബേസ് ആയിട്ട് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഭൗതികമായി സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ ഇൻഡിവിജ്വലി സന്തോഷം ഉണ്ടോ എന്നുള്ളതല്ല. കാരണം അതുകൊണ്ടാണ് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ആൻറ്റി ഡിപ്രസൻറ്റ് മരുന്നുകളൊക്കെ വളരെയധികം കൂടുന്നതും സൂയിസൈഡൊക്കെ വളരെ കൂടുന്നതും. അതൊരിക്കലും ഇൻഡിവിജ്വൽ സന്തോഷത്തിനുള്ള ഒരു തെളിവല്ല എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് സോഷ്യലി ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ ആ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു തിന്മകൾ മതവിശ്വാസികളും യുക്തിവാദികളും മതരഹിതരും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ തിന്മകളിൽ നിന്നും തടയാൻ മതത്തിന് കഴിയും. നന്മകൾ മതവിശ്വാസികളും എല്ലാവരും യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നന്മകളിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ മതത്തിനേ കഴിയുള്ളൂ. അപ്പോൾ ആ നിലക്കുള്ള ഒരു നല്ലൊരു സൊസൈറ്റി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒരു ദൈവമുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക്, ആ ദൈവം ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങളിലൂടെ നമുക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ദൈവത്തിന് നമ്മൾ ഒന്ന് കീഴൊതുങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള യുക്തി. അതാണ് മനുഷ്യന് സന്തോഷവും അതുപോലെ തന്നെ സാഹോദര്യവും സുഖവും എല്ലാം നൽകുന്നത് അത്തരമൊരു ദർശനം എടുക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് മതം മനുഷ്യന് ആവശ്യമാണ് എന്ന ഒരു കൺക്ലൂഷൻ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു പിന്നെ സംവാദം ഇതിൽ സംവദിച്ച വളരെ നന്നായ രൂപത്തിൽ തന്നെ പരസ്പരമായ വ്യക്തിപരമായ പരാമർശങ്ങൾ പോലും ഇല്ലാതെ ഒരു മോശം പദപ്രയോഗമോ ഈവൻ ഒരു നോട്ടമോ വാക്കോ പോലും ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷം പറയാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു സംവാദങ്ങൾ നടക്കേണ്ടത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു സംസ്കാരത്തിലേക്ക് കൂടി വരണം എന്നുള്ള ഒരു സന്ദേശം കൂടി മൊത്തത്തിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഹർദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ, സൗഹൃദാന്തരീക്ഷത്തിലുള്ള ഒരു സംവാദമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഈ രീതിയിലുള്ള സംവാദങ്ങൾ പിന്നെ നടക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇനിയും ഇങ്ങനെയുള്ള സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും അവരുടെ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള രണ്ടുപേർക്കും പ്രതീഷ് സാറിനും ബാസിലിനും നന്ദി പറയാണ്. അതോടൊപ്പം
പിന്നെ മോഡറേറ്റർ എന്നുള്ള നിലക്ക് ഇതിന് ഒരു സംവാദം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംവാദത്തിന് ഒരു ജഡ്ജ്മെൻറ്റ് പറയാന്നുള്ളത് മോഡറേറ്ററിൻ്റെ ഒരു പണിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കാണുന്ന കാഴ്ചക്കാരായിട്ടുള്ള ഈ സംവാദം വീക്ഷിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യണം, അതിൽ ഏത് പൊസിഷനിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കേണ്ടതാണ്. ഒരാൾ ജഡ്ജ് ചെയ്ത് ജഡ്ജ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കണ്ട് യൂട്യൂബിലും മറ്റുമായിട്ട് ഇത് കാണുന്ന എല്ലാവർക്കും നന്ദി പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.